ഹായ് എവരി വൺ അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവസാനമായി നടന്ന SSC CGL അഥവാ SSC CGL 2024 വ്യത്യസ്തമായ ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുള്ള GK ചോദ്യങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ഒരൊറ്റ ക്ലാസ് ആക്കി ആ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളുമെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു ക്ലാസ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കാണുക. ഇതിൽ ഓരോ ചോദ്യങ്ങളും മുൻപ് പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്, ഇനിയും ഒരുപാട് വട്ടം ആവർത്തിക്കാൻ സാധ്യതയുള്ളതാണ്. എന്നിരിക്കൽ കൂടെ എല്ലാ വർഷവും CGL ചെയ്യാറുള്ളത് പോലെ ഈ വർഷം ഒരു കുഞ്ഞ് ഷെയർ ഓഫ് പുതിയ ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ചോദ്യങ്ങളിൽ ഇന്ത്യൻ ഹിസ്റ്ററി ചോദ്യങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നത് തന്നെയായിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പം ഇനിയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നേരെ നമുക്ക് എങ്ങോട്ട് പോവാം, നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒരു സ്ഥിരം ചോദ്യം വെച്ചുകൊണ്ട് തന്നെ, ഒരു ഈസി ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വാസ് ആൻ അനക്സേഷൻ പോളിസി ഡിവൈസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗവർണർ ജനറൽസ് ഓഫ് ഇന്ത്യ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത്, അല്ലേ? മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ദത്തവകാശ നിരോധന നിയമം. എന്തായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്? നമ്മുടെ നാട്ടുരാജ്യങ്ങളിലെ രാജാവിന് അടുത്ത അനന്തരാവകാശിയായി ഒരു മകനില്ലെങ്കിൽ ആ രാജ്യം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അണ്ടറിൽ പോയി ചേരും, അല്ലെങ്കിൽ അത് ബ്രിട്ടീഷുകാരുടേതായിട്ട് മാറും എന്ന് പറയുന്ന ഒരു രീതിയിലും സെൻസിബിൾ അല്ലാത്ത ഒരു നിയമത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ അത്തരം കേസുകളിൽ എന്ത് ചെയ്യും, ഈ നാട്ടുരാജാക്കന്മാർ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് അവനെ അടുത്ത അനന്തരാവകാശിയായി വളർത്തിയെടുക്കുകയാണ് ചെയ്യുക. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ അവകാശത്തെ നിരോധിച്ചു. ദത്തവകാശ നിരോധനം, ദത്തവകാശത്തെ എന്ത് ചെയ്യാണ്, നിരോധിക്കുകയാണ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ബ്രിട്ടീഷുകാരുടെ ഏരിയ കൂട്ടാനായിട്ട് ഒരു നിയമം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ചോദ്യം ഓർത്തു വയ്ക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ എങ്ങനെ ഓർത്താൽ ഞാൻ പറയാറുള്ളത്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് തുടങ്ങുന്നതും ഡീലാണ്, ഇത് കൊണ്ടുവന്ന ചങ്ങാതിയുടെ പേര് തുടങ്ങുന്നതും എന്തിൽ തന്നെയാണ്, ഡീൽ തന്നെയാണ്. അതുകൊണ്ട് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലോർഡ് ഡാൽഹൗസി എന്ന് പറയുന്നത്. ഇനി പലപ്പോഴും മറ്റു രീതിയിൽ ചോദിക്കാറുണ്ട്, ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആദ്യമായി ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത് എവിടെയാണ്, ഏത് രാജ്യമാണ്, അങ്ങനെ അല്ലെങ്കിൽ ഏത് നാട്ടുരാജ്യമാണ് അങ്ങനെ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ പോയി ചേർന്നത്? ആ നാട്ടുരാജ്യത്തിന്റെ പേരാണ് സത്താര. ഡോക്ട്രിൻ ഓഫ് ലാപ്സിലൂടെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കുന്ന ആദ്യത്തെ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? സത്താര എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല, ഡാൽഹൗസിയെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്, ഇദ്ദേഹത്തിന്റെ ഭരണകാലം എന്ന് പറയുന്നത് 1848 മുതൽ 56 വരെയാണ്. അതിനിവിടെ പ്രസക്തിയില്ല. പക്ഷേ ഈ കാലഘട്ടം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നല്ലൊരു കാര്യമുണ്ട്. 1853 എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ ഓടുന്നത്, അല്ലേ? ബോംബെ മുതൽ താനെ വരെ ആദ്യത്തെ ട്രെയിൻ ഓടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ടെലിഗ്രാഫ് കൊണ്ടുവരുന്നതും രണ്ടും ആരുടെ കാലഘട്ടത്തിലാണ്? ഈ പറയുന്ന ഡാൽഹൗസിയുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്, ഇന്ത്യൻ ടെലിഗ്രാഫ് സിസ്റ്റത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ റെയിൽവേസ്, ഫാദർ ഓഫ് ഇന്ത്യൻ ടെലിഗ്രാഫ് സിസ്റ്റം എന്നെല്ലാം അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഈ പറയുന്ന ലോർഡ് ഡാൽഹൗസി തന്നെയാണ്. സോ ഞാൻ കുറച്ച് പോയിന്റുകൾ ഇത്തിരി വേഗത്തിൽ പറഞ്ഞു പോയെന്ന് എനിക്കറിയാം, പക്ഷെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യം നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത് ഡി ഡാൽഹൗസിയാണ്. അങ്ങനെ ഈ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ആദ്യമായി ബ്രിട്ടീഷുകാർ സ്വന്തമാക്കുന്ന നാട്ടുരാജ്യം സത്താരയാണ്. ഈ ഡാൽഹൗസിയുടെ കാലഘട്ടത്തിലാണ് റെയിൽവേയും ടെലിഗ്രാഫും ഇന്ത്യയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ടിന്റെയും പിതാവായിട്ട് അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഈ പറയുന്ന ഡാൽഹൗസിയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലോർഡ് ഡാൽഹൗസിയുടെ ചിത്രം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആകുമ്പോൾ വെറും 36 വയസ്സേ എന്തുള്ളൂ ഇദ്ദേഹത്തിനുള്ളൂ. വെറും 36 വയസ്സിലാവുന്ന അക്കാലഘട്ടത്തിലെ യങ്ങസ്റ്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഡാൽഹൗസി എന്ന് പറയുന്നത്. സെറ്റല്ലേ? ചോദ്യം കുറച്ച് പോയിന്റ് കിട്ടിയില്ലേ? അടുത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. വിത്ത് റെഫറൻസ് ടു സെപ്പോയ് മ്യൂട്ടിനി ഓഫ് 1857, 1857 ശിപ്പായി ലഹളയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അല്ലേ? ശിപ്പായി ലഹള, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ്സ് ഡിഡ് ദ സോൾജേഴ്സ് അറ്റ് മീററ്റ് സ്റ്റാർട്ട് ദെയർ ജേർണി ടു ഡൽഹി? ആ കഥ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ കൂടുതൽ അതിലേക്ക് പറയാനായിട്ട് നിൽക്കുന്നില്ല. എന്നിരിക്കലും അറിയുന്നതാണ്, ശിപ്പായിമാർ ലഹള തുടങ്ങി, അതിനുശേഷം അവരെല്ലാവരും കൂടെ എങ്ങോട്ട് പോകുന്നുണ്ട്? ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അവർ മാർച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് പല നാട്ടുകാരും പല ഭാഗങ്ങളിലുള്ള ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ കൂടെ കൂടുന്നുണ്ട്. അങ്ങനെയാണ് വെറും ഒരു ശിപ്പായി ലഹള എന്നതിൽ നിന്നും ഇത് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്നുള്ളതിലേക്ക്, അത്രയും ആളുകൾ പങ്കെടുത്ത ഒരു വലിയ കലാപം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നത്, ഇത് മാറുന്നത്. ഇവർ ഡൽഹിയിൽ പോയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അന്ന് ഡൽഹി ഭരിക്കുന്ന മുഗൾ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്നത്. അതും ഒരു ചോദ്യമാണ്. ആരായിരുന്നു ഇന്ത്യയുടെ അവസാനത്തെ മുഗൾ ഭരണാധികാരി? ഹു വാസ് ദ ലാസ്റ്റ് മുഗൾ റൂളർ ഓഫ് ഇന്ത്യ? ബഹദൂർ ഷാ സഫർ ആണ്. അങ്ങനെ കാണാനായിട്ടാണ് ഇന്ത്യ എന്നത് ഈ പറയുന്ന പട്ടാളക്കാരും ബാക്കിയുള്ള നാട്ടുകാരും എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നത്, മാർച്ച് ചെയ്ത് പോകുന്നത്.
ഇത് ഏത് ദിവസമായിരുന്നു ചോദിച്ചേക്കുന്നത്? വർഷം ചോദ്യത്തിലുണ്ട് 1857 ആണ്. ഇത് ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ മെയ് 10-ാം തീയതിയാണ് ഇന്ത്യയിൽ ഇത് സംഭവിക്കുന്നത്. 1857 മെയ് 10-ാം തീയതി ഈ പറയുന്ന ശിപ്പായികളും പോകുന്ന വഴിക്ക് അവരുടെ കൂടി എല്ലാവരും കൂടി എന്ത് ചെയ്യാണ്? ബഹദൂർ ഷാ സഫറിനെ കാണാൻ പോവുകയാണ്. അദ്ദേഹം അന്ന് ഡൽഹിയുടെ ഭരണാധികാരിയാണ്. നാമമാത്രമായ ഒരു കുഞ്ഞ് ഏരിയ മാത്രമേ ഉള്ളൂ. മുഗളന്മാരുടെ അവരുടെ ഔന്നത്യം അല്ലെങ്കിൽ അവരുടെ ആധിപത്യം അല്ലെങ്കിൽ അവരുടെ പീക്കൊക്കെ എന്നേ കഴിഞ്ഞിരിക്കണം. ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന പെൻഷനും വാങ്ങി അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അന്നത്തെ കാലത്ത് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ബഹദൂർ ഷാ സെക്കൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹം അതിന് നേതൃത്വം ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ അത് പിന്നീട് ബ്രിട്ടീഷുകാരെ തിരിച്ചു പിടിക്കുമ്പോൾ ഈ ബഹദൂർ ഷാ സഫറിനെ എന്ത് ചെയ്യുന്നുണ്ട്? റങ്കൂണിലോട്ട് നാട് കടത്തുന്നുണ്ട്. അതും ചോദിക്കാറുണ്ട്. എവിടേക്കാണ് ഈ ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത്? കലാപം അടിച്ചമർത്തിയതിനു ശേഷം ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? റങ്കൂണിലേക്ക് നാട് കടത്തുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? അവസാനത്തെ മുഗൾ റൂളർ ആരായിരുന്നു വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാനായിട്ട് പറ്റും. എന്തായാലും നമ്മുടെ ചോദ്യം ഇതൊന്നും ആയിരുന്നില്ല. 1757 മെയ് 10-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മീററ്റിൽ നിന്നും ആളുകൾ പോകുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും മറ്റു രീതിയിൽ ചോദിക്കാറുണ്ട്. എവിടെയാണ് കലാപം ആരംഭിച്ചത്? കലാപം ആരംഭിക്കുന്നത് എവിടെയാണ്? മീററ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന 1857 കലാപം ആരംഭിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പലപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ആരായിരുന്നു 1857 റിവോൾട്ട് നടക്കുമ്പോൾ നമ്മുടെ വൈസ്രോയി അല്ലെങ്കിൽ ഗവർണർ ജനറൽ ഇന്ത്യ ചോദിക്കാറുണ്ട്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം 48 മുതൽ 56 വരെയാണ് ആരുണ്ടായിരുന്നത്? ഡാൽഹൗസി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കാലയളവിൽ ഭരണത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലോർഡ് കാനിങ് എന്ന് പറയുന്നത്. ലോർഡ് കാനിങ് ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഗവർണർ ജനറൽ എന്ന് പറയുന്നത്. അപ്പൊ അതും സെറ്റല്ലേ? ശിപ്പായി ലഹള 1857 അന്നത്തെ ഇന്ത്യയുടെ ഭരണാധികാരി അല്ലെങ്കിൽ ഡൽഹിയുടെ ഭരണാധികാരി ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. അദ്ദേഹമായിരുന്നു അവസാനത്തെ മുഗൾ എംപറർ. അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? റങ്കൂണിലേക്ക് നാട് കടത്തി എന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതും കിട്ടിയില്ലേ? അടുത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. The revolution of 1857 started in May from which of the following cantonments in India? നമ്മളിപ്പോൾ പറഞ്ഞതാണ് 1857 മെയ്യിൽ ഇവിടെ ഏത് കന്റോൺമെന്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്? മക്കളെ, ഒരേ വർഷത്തെ 2 ഷിഫ്റ്റുകളിലെ ചോദ്യമാണ്. ഞാൻ എപ്പോഴും എൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മക്കളെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ ചോദ്യത്തിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് നന്നായിട്ട് നോക്കണം കേട്ടോ. ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന എക്സ്ട്രാ പോയിന്റുകൾ നിങ്ങൾ നോക്കണം. അത് ഇവിടെ നോക്കി, ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മീററ്റിൽ നിന്നാണ് ഇത് ആരംഭിച്ചതെന്ന് ഏകദേശം നമുക്ക് എന്താണ് ഏകദേശം ഉറപ്പാണ്. 1857 എന്ന വർഷത്തിലാണ് അത് ആരംഭിച്ചതെന്നുള്ളത് നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. സോ അങ്ങനെ തരുന്ന പോയിന്റുകൾ വീണ്ടും മറ്റൊരു ചോദ്യമായിട്ട് എന്ത് ചെയ്യും? ആവർത്തിക്കാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. ഞാൻ പോകുന്ന വഴി ഇനിയും കാണിച്ചു തരാം ഇതിന് എക്സാമ്പിൾസ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണോ എന്ന് തന്നെ നിങ്ങൾ പലർക്കും സംശയം ഉണ്ടാവും. അതിനുള്ള ഉത്തരം ഞാൻ പറയാൻ പോലും നിൽക്കുന്നില്ല. കാരണം അത് എന്താ പറയുക, അത് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഒരു കാലത്തും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാതെ ഒരു എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ നിന്ന് അതിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. രണ്ടാമതായിട്ട് ഈ ചോദ്യങ്ങളിലുള്ള പോയിന്റുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഭയങ്കരമായിട്ട് നിങ്ങൾ നോക്കേണ്ടതെന്നും കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോൾ 1857 റിവോൾട്ട് മെയ്യിൽ ഏത് കന്റോൺമെന്റിൽ നിന്നാണ് ആരംഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1857 റിവോൾട്ട് മെയ്യിൽ ഏത് കന്റോൺമെന്റിൽ നിന്നാണ്? മീററ്റിലെ കന്റോൺമെന്റിൽ നിന്നാണ്, മിലിറ്ററി കന്റോൺമെന്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. ഇത് അന്നത്തെ രണ്ട് പട്ടാളക്കാർ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു രേഖാചിത്രമാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഈ പടം എന്ന് പറയുന്നത്. അന്ന് ഈ മൊബൈലും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. ഇവർ പരസ്പരം സംസാരിച്ചതിന് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇത് പോകേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ ഇത് മീററ്റിൽ നിന്നാണ് ആരംഭിച്ചതെന്നും കൂടി എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് വയ്ക്കുക. അടുത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. Who suggested the law that British government passed in 1856 to support widow remarriage? വിധവകളുടെ പുനർവിവാഹം നടപ്പിലാക്കാനായിട്ട് 1856 എന്ത് ചെയ്യുന്നുണ്ട്? ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ആര് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആര് കൊണ്ടുവരുന്നുണ്ട്? ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ആരുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ആരുടെ ശ്രമഫലമായിട്ടാണ് ഇത്തരത്തിലൊരു ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനൊരൊറ്റ ആൻസറേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഈ അടുത്ത് പല പരീക്ഷകളും നന്നായിട്ട് ചോദിച്ചു കാണുന്നതാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? അഹോരാത്രം പണിയെടുക്കുന്നതും അവസാനം 1856 അത് എന്ത് ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ പോയിന്റ് ഇതേ കണ്ടോ. 1856 ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് വന്നത്. ഒരു പക്ഷേ ഇനി ഒരു വർഷത്തെ ചോദ്യതായിരിക്കും. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ നേതൃത്വത്തിൽ ഹിന്ദു പുനർവിവാഹ നിയമം നിലവിൽ വന്ന വർഷമേത്? ചോദിക്കുക അവർക്ക്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് കെയിം ഇൻ ടു എഫക്ട് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ദ ഹാർഡ് വർക്ക് ഓഫ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടി വൃത്തിയായിട്ട് ഇംഗ്ലീഷ് SSCക്ക് അറിയാം. എനിക്ക് വൃത്തിയായിട്ട് ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഉദ്ദേശിച്ച അതിന്റെ പുറകിൽ ഞാൻ ആ ചോദ്യം പറഞ്ഞതിന് പുറകെ ഉദ്ദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓർത്തു വയ്ക്കുക, 1856 ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത് മനസ്സിലാക്കുക. ഈശ്വരചന്ദ്ര വിദ്യാസാഗറെ പറ്റി ഈ ഒരു ചോദ്യം മാത്രമല്ല, വീണ്ടും ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? SSC കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ സീസണിൽ ചോദിച്ചിട്ടുണ്ട്. വിത്ത് റെഫറൻസ് ടു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ
കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ അടിസ്ഥാനമാക്കിയിട്ട് താഴത്തെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ പ്രൊട്ടസ്റ്റഡ് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി. അദ്ദേഹം ഉറപ്പായിട്ടും അതിനെതിരെ നിന്നിട്ടുള്ള ആളാണ്. ബാലവിവാഹത്തിനെതിരെയും അതുപോലെ തന്നെ പോളിഗമിക്ക് എതിരെയും എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം മുന്നിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ എ കറക്റ്റ് ആണ്. എ കറക്റ്റ് ആണെങ്കിൽ ആര് പോയി? ഒന്ന് പോയി അല്ലേ. രണ്ടാമത്തെ, ഡ്യൂ ടു ഹിസ് എഫേർട്സ് ദ ഫസ്റ്റ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് 1856 വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. കണ്ടോ, ഒരേ ചോദ്യം വീണ്ടും വന്നിരിക്കുന്നത് കണ്ടോ. ആ ഒരു പോയിന്റ് നമുക്ക് അറിയേണ്ടത് അതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് ആദ്യത്തെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബിയും കറക്റ്റ് ആണ്. അപ്പോൾ എയും ബിയും കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്തു? രണ്ടും പോയി അല്ലേ. ഇനി 3 അല്ലെങ്കിൽ 4 നമ്മുടെ മുമ്പിലുള്ളൂ. ഈ ചോദ്യം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആട്ടോ. സാധാരണ നമുക്ക് പലതും ഇവിടെ വെച്ച് എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻ മാർക്ക് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ ഓപ്ഷൻസ് ഇച്ചിരി ട്രിക്കിയാണ്. അടുത്തത്, ഹി വാസ് പ്രൈമറിലി നോൺ ഫോർ ഹിസ് സ്കോളർഷിപ്പ് ഇൻ പേർഷ്യൻ ലാംഗ്വേജ്. എനിക്ക് അങ്ങനെ അതിനെപ്പറ്റി കേട്ടിട്ടേ ഇല്ല. പേർഷ്യൻ ലാംഗ്വേജിലെ സ്കോളർഷിപ്പിനൊന്നുമല്ല അദ്ദേഹം പ്രൈമറിലി അറിയപ്പെടുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലെങ്കിലും ഇദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹിന്ദു വിധവ പുനർവിവാഹ നിയമം മുന്നോട്ട് വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സി തെറ്റല്ലേ? സി തെറ്റാണെങ്കിൽ ഏത് മാത്രമേ കറക്റ്റ് ഉള്ളൂ? എയും ബിയും കൂടിയുള്ളത് മാത്രമേ കറക്റ്റ് ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. CGL-ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഫാക്ച്വൽ ആണ്, പ്രശ്നങ്ങളുള്ളതൊന്നുമല്ല. കുറച്ചും കൂടെ ഞാൻ പറഞ്ഞെങ്കിൽ ഈസിയാണ് ഇത്തരത്തിലുള്ളത് വരുമ്പോൾ. കാരണം ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം അറിയില്ല എന്നിരിക്കും നമുക്കതിന് ആൻസർ പറയാനായിട്ട് പറ്റില്ല. പക്ഷേ GK ചോദ്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒന്നോ രണ്ടോ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നതിൽ എല്ലാം ഒന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പതിയെ CGL പരീക്ഷയിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ SSC CGL 2024 ചോദ്യ പേപ്പറിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ചോദ്യങ്ങളാണ്. ആധുനിക ഇന്ത്യൻ ചരിത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. ആൻഷ്യന്റ് മെഡീവൽ നമുക്ക് മറ്റൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. ഇതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഈ ക്ലാസ്സിലെ മുഴുവൻ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം 80-85ഓളം ചോദ്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? 80ഓളം ചോദ്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും കിട്ടിയേ. ഈശ്വരേന്ദ്ര വിദ്യാസാഗറിനെ പറ്റി 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്തിലോട്ട് നമുക്ക് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, സിദ്ധോ അല്ലെങ്കിൽ സിദ്ധു ആൻഡ് കാൻഹു വേർ ലീഡേഴ്സ് ഓഫ് ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രൈബൽ റെബല്യൻസ്. താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഗോത്രവർഗ സമരത്തിന്റെ ഭാഗമായിരുന്നു സിന്ധുവും കാൻഹയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സിദ്ധുവും കാൻഹും നേരിട്ട് വരുന്നത് ഇവർ ഗോത്രത്തലവന്മാരാണ്. എന്തിനാണ് മുന്നോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഈ ഒരു ഗോത്രത്തിനെ, പർട്ടിക്കുലർ ഗോത്രത്തിനെ അകത്ത് കയറരുതെന്നും കാടിനകത്ത് കയറി സാധനങ്ങൾ കളക്ട് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു ബേസിക് റൈറ്റ്, ഒരു കാലങ്ങളായി ജീവിച്ചു വന്നിരുന്ന രീതി. ഇവർ കാടിന്റെ മക്കളാണ്. അവർക്ക് കാടില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു ബേസിക് റൈറ്റിൽ ഇവർ കൈവച്ചപ്പോൾ, ബ്രിട്ടീഷുകാർ കൈവച്ചപ്പോൾ, ഫോറസ്റ്റിന് പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങളവിടെ കയറരുത് എന്ന് പറഞ്ഞപ്പോൾ, അതും പോരാഞ്ഞ് ഇവരവിടെ നിന്ന് കളക്ട് ചെയ്യാൻ, ഇപ്പോൾ കളക്ട് ചെയ്യാൻ ആകപ്പാടെ കൊടുത്തേക്കുന്ന കുറച്ച് സാധനങ്ങൾക്കാണ് റൈറ്റ് കൊടുത്തത്. അത് തന്നെ ഭയങ്കരമായ ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെതിരെ സിദ്ധു എന്നും കാൻഹു എന്നും പേരുള്ള 2 ഗോത്രത്തലവന്മാർ എന്ത് ചെയ്യാണ്? സമരം ചെയ്യുകയാണ്. ആ സമരത്തിന്റെ പേര് സ്റ്റാമ്പ് ഇറക്കിയിട്ടുള്ളതാണ്. ആ സമരത്തിന്റെ പേര് സന്താൾ റെബല്യൻ എന്നാണ്. സന്താൾ റെബല്യൻ എന്നാണ് ഇതിന്റെ പേര്. മക്കളെ, ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരിച്ച് കാണുന്നത്. ഇത് എപ്പോഴും ചോദിക്കാറുള്ളത് സന്താൾ റെബല്യന്റെ നേതാക്കന്മാർ ആരാണ് എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ എപ്പോഴും ഓപ്ഷൻ ഉണ്ടാവുക സിദ്ധു ആൻഡ് കാൻഹു. അതങ്ങനെ ഭയങ്കരമായി ചോദിക്കാറുള്ള ഒരു ചോദ്യമല്ല. പക്ഷെ ഈ ചോദ്യമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. സാന്താൾ റെബല്യന്റെ നേതാക്കന്മാർ ആരാണ്? സാന്താൾ റെബല്യന്റെ നേതാക്കന്മാർ എന്ന് പറയുന്നത് സിദ്ധു ആൻഡ് കാൻഹു ആണ്. രണ്ടുപേരും എന്താണ്? ട്രൈബൽ ലീഡേഴ്സ് ആണെന്നും കൂടി എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കുക. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഈ ഒരു ചോദ്യം ഇല്ലാതെ ഒരു SSC പരീക്ഷയോ ഒരു RRB പരീക്ഷയോ ഇതുവരെ നടന്നിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടുള്ള ആളെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്യാതെ, ഇന്ത്യൻ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, എന്നിരിക്കൽ കൂടെ അങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്യാതെ, ഇദ്ദേഹത്തെ പറ്റി ചോദ്യങ്ങളില്ലാതെ ഈ അടുത്തുനിന്ന് കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൽ മിനിമം 2-3 ചോദ്യങ്ങൾ എല്ലാ ഷിഫ്റ്റിലും അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ പരീക്ഷയിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചരിത്രം എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ മാത്രമല്ല, നമ്മുടെ പരീക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായതുകൊണ്ട് ഇദ്ദേഹത്തെ പറ്റി നന്നായി തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങളൊന്ന് പഠിക്കേണ്ടതുണ്ട്. സോ ഇൻട്രൊഡക്ഷൻ ആവശ്യത്തിൽ കൂടുതലായി എന്ന് എനിക്കറിയാം. എന്നാലും ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഹു എമംഗ് ദ ഫോളോയിങ് ഫൗണ്ടഡ് ദ ആത്മീയ സഭ ഇൻ 1814? 1814 ആത്മീയ സഭ രൂപീകരിച്ചത് ആരാണ്? ഈ ചോദ്യത്തിൽ തന്നെ ഒരു ചെറിയ കുരുക്കുണ്ട്. കാരണം നിങ്ങൾ പല ടെക്സ്റ്റ് ബുക്കുകൾ നോക്കുമ്പോഴും ഈവൻ നമ്മുടെ പല വെബ്സൈറ്റുകൾ എടുത്ത് നോക്കുമ്പോഴും ഈ ആത്മീയ സഭ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത് 1815 കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും പലരും മെസ്സേജ് അയക്കാറുണ്ട്, ക്ലാസ്സിൽ സാർ 1814 പറഞ്ഞത്. ഞങ്ങൾ ഗൂഗിൾ ചെയ്തപ്പോൾ ഒന്നാമത് അത് പ്രശ്നമാണ്. ഗൂഗിൾ ചെയ്തപ്പോൾ കാണുന്നതല്ല നമ്മുടെ ശരിയുത്തരം എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ഈ ആത്മീയ സഭ രൂപീകരിച്ചത് 1815 കാണുന്നത്. പിന്നെ എന്താ 14 എന്ന് പറഞ്ഞേക്കുന്നത്? മക്കളെ, SSCയുടെ ചോദ്യത്തിൽ അങ്ങനെയാ വരുന്നത്. SSC ഇത് ആദ്യമായിട്ടല്ല ചോദിക്കുന്നത്. SSC പലവട്ടം ചോദിച്ചപ്പോഴും ആത്മീയ സഭ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചിരിക്കുന്ന വർഷം 1814. ഇനി നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യം, ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ട് ഓപ്ഷൻ എ 1814, ഓപ്ഷൻ ബി 1815 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 1815 മാർക്ക് ചെയ്തു. കാരണം ഗൂഗിളിൽ അങ്ങനെയാന്ന് പറഞ്ഞ SSC സമ്മതിക്കോ? ഇല്ല. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് SSCയുടെ ഒഫീഷ്യലി വന്നിട്ടുള്ള സാധനം 1814 ആണെങ്കിൽ അത് തന്നെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഗൂഗിളിൽ കാണിക്കുന്ന എല്ലാം ശരിയല്ല. നമ്മുടെ കോടതി എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കുകളും SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ്. അതിൽ വന്നിട്ടുള്ള ഡാറ്റ വെച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങളൊരു പോയിന്റ് ഫൈനലൈസ് ചെയ്യാനായിട്ട് എന്നുള്ളത്. അപ്പോൾ മറക്കരുത്, ആദ്യം ഓർക്കേണ്ടുന്ന കാര്യം, ആത്മീയ സഭ എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച വർഷം 1814 ആണ്. ഇനി ആരാണ് ഇത് രൂപീകരിച്ചത്? എല്ലാവർക്കും അറിയാം, രാജാറാം മോഹൻ റോയ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് രൂപീകരിക്കുന്നത് അല്ലേ. അനവധി വിശേഷണങ്ങളുള്ള മനുഷ്യനാണ്. എന്തൊക്കെയാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ് അല്ലെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ്. ആരാണ് ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത്? ഈ പറഞ്ഞ ഇതേ ക്രെഡിറ്റ്, ഇപ്പോൾ മൈക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നുള്ളത് ചില ചോദ്യപേപ്പറുകളിൽ നിങ്ങൾ ഡാൽഹൌസി എന്നും കാണും. അത് തെറ്റല്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മറ്റേ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞില്ലേ, പോസ്റ്റിലും ടെലിഗ്രാഫും അതുപോലെ തന്നെ റെയിൽവേ ഒക്കെ കൊണ്ടുവന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത്. പക്ഷേ ഇവിടുത്തെ പെർസ്പെക്റ്റീവ് ഡിഫറൻ്റ് ആണ്. ഇവിടെ രാജാറാം മോഹൻ റോയെ നമ്മൾ ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്ന് പറയുന്നതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ എന്ത് ചെയ്തുകൊണ്ടാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടും അത് നടപ്പിലാക്കിയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആത്മീയ സഭ 1814 രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അതേപോലെ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊന്നാണ് ബ്രഹ്മസഭ എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് 1828 ബ്രഹ്മസഭ സംഭവിക്കുന്നത് 1828 എഗെയിൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ആരാണ് ഇതിന്റെ ഫൗണ്ടർ? രാജാറാം മോഹൻ റോയ് ആണ് ഇതിന്റെ ഫൗണ്ടർ. 1829 എന്ന് പറയുന്ന വർഷത്തിനും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഇന്ത്യൻ ചരിത്രത്തിലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സതി നിർത്തലാക്കുന്നത് അല്ലെ. ആരായിരുന്നു സതി നിർത്തലാക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത്? വില്യം ബെന്റിക് എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടുകൂടെ, വില്യം ബെന്റിക് എന്ന് പറയുന്ന ഗവർണർ ജനറൽ സഹായത്തോടുകൂടെ ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ വർഷമാണ് ഏതെന്ന് പറയുന്നത്? 1829 എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റോയെ പറ്റി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോയിന്റുകൾ നിരവധിയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ പറഞ്ഞു പോവാണ്. ഇദ്ദേഹത്തിന് രാജ എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കുന്നത് ആ സമയത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന അക്ബർ സെക്കൻഡ് ആണ്. അക്ബർ ചക്രവർത്തിയല്ല, അക്ബർ സെക്കൻഡ് ആണ്. ശ്രദ്ധിക്കണം, കാരണം അത് കാലഘട്ടം മാറി. 1800 അല്ലെ, അക്ബർക്ക് 1600 അപ്പോൾ അക്ബർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിയാണ്, മുഗൾ രാജാവാണ് എന്ത് ചെയ്യുന്നത്, രാജാറാം മോഹൻ റോയ്ക്ക് ഈ പറയുന്ന ടൈറ്റിൽ കൊടുത്ത് എന്ത് ചെയ്യുക, ഓർത്തുവയ്ക്കുക. ഇനി രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്ന്, ഇദ്ദേഹത്തിന് ഒരു വീക്ക്ലി ഉണ്ടായിരുന്നു. ആ വീക്ക്ലിയുടെ പേര് സംവാദ് കൗമുദി എന്നായിരുന്നു. ഹു എമംഗ് ദ ഫോളോയിങ് പബ്ലിഷ്ഡ് സംവാദ് കൗമുദി? പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇദ്ദേഹത്തിന്റെ രണ്ട് പ്രശസ്തമായ പുസ്തകങ്ങളാണ്. ഒന്ന് പെർസെപ്റ്റ്സ് ഓഫ് ജീസസ്, ജീസസിന്റെ കൽപ്പനകൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ പുസ്തകമാണ് ഗിഫ്റ്റ് ടു മോണോത്തിസ്റ്റ്, ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്ന് പറയുന്ന രണ്ട് പുസ്തകങ്ങൾ ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടെയാണ്. മക്കളെ, ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, രാജാറാം മോഹൻ റോയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ബട്ട് ആസ് ഐ സെഡ് ഏർലിയർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ മാത്രം പറയാണ്. ആദ്യം പറഞ്ഞത് ആത്മീയ സഭ 1814 തൊട്ടുമുമ്പ് പറയുന്നത് മറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ വർഷം ഇപ്പോൾ തലയിൽ ഫീഡ് ചെയ്യേണ്ടതാണ്. 1814 സ്ഥാപിച്ചു. അത് ഞാൻ ചോദ്യപേപ്പറിൽ വന്നു എന്നല്ല, ചോദ്യത്തിൽ വന്ന പോയിന്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ 1828 ബ്രഹ്മസഭ സ്ഥാപിച്ചു. 1829 വില്യം ബെന്റിക്കിന്റെ സഹായത്തോടുകൂടെ സതി നിർത്തലാക്കി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നും ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നും എന്ത് ചെയ്യുന്നു അറിയപ്പെടുന്നു. ഡാൽഹൌസിയും എന്ത് ചെയ്യുന്നുണ്ട്, അതേ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന് രാജ എന്ന ടൈറ്റിൽ കൊടുക്കുന്നത് അക്ബർ സെക്കൻഡ് എന്ന് പറയുന്ന രാജാവാണ്. സംവാദ് കൗമുദി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വീക്ക്ലിയും ഇദ്ദേഹത്തിന്റെ രണ്ട് പ്രശസ്തമായ പുസ്തകങ്ങളാണ് പെർസെപ്റ്റ്സ് ഓഫ് ജീസസും ഗിഫ്റ്റ് ടു മോണോത്തിസ്റ്റും എന്നുകൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സെറ്റല്ലേ? എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഹു ഫൗണ്ടഡ് ദ ബ്രഹ്മ സമാജ് ഇൻ കൽക്കട്ട ഇൻ 1828? ഏത് അല്ലേ, ഏത് മൂഡ്, പൊളി മൂഡ് നമ്മൾ പറയില്ലേ, അതേ മൂഡ് തന്നെയാണ്. നോക്കിയേ, 1828 കൽക്കട്ടയിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? ഇനിയിപ്പോൾ അടുത്ത ചോദ്യം ഇതായിരിക്കും, 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം എവിടെയാണ് സ്ഥാപിച്ചത്? അപ്പൊ നമ്മൾ പറയണം കൽക്കട്ടയിലാണ് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൊൽക്കത്തയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥാപിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് സ്ഥാപിച്ച വ്യക്തിയുടെ പേര് രാജാറാം മോഹൻ റോയ് എന്നാണ്. ഇനി ഞാൻ പറഞ്ഞ പുസ്തകങ്ങൾ ഇത് എവിടെയുണ്ട്? പെർസെപ്റ്റ്സ് ഓഫ് ജീസസ്, ജീസസിന്റെ കൽപ്പനകൾ, ഗിഫ്റ്റ് മോണോത്തിസ്റ്റ്, ഇതിന്റെ പേർഷ്യൻ പേരാണ് തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്ന് പറയുന്നത്. അതും ഇന്ത്യയിലാണ് ചോദിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇങ്ങനെ തരും, തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? അപ്പോൾ അത് ഗിഫ്റ്റ് മോണോത്തിസ്റ്റ് എന്ന് പറയുന്ന സെയിം ബുക്കാണെന്ന് മനസ്സിലാക്കുക. മറ്റൊരു വർഷം CGL ചോദിച്ചതായിരുന്നു, ഏത് ഭാഷയിലാണ് രാജാറാം മോഹൻ റോയ് ഗിഫ്റ്റ് മോണോത്തിസ്റ്റ് അല്ലെങ്കിൽ തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതെന്നും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതും ഓർത്തു വയ്ക്കുക, പേർഷ്യൻ ഭാഷയിലാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം എഴുതിയത്. വേദങ്ങളും ഉപനിഷത്തുകളും ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ആര് ചെയ്തിട്ടുണ്ട്? രാജാറാം മോഹൻ റോയ് ചെയ്തിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. രാജാറാം മോഹൻ റോയെ പറ്റി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ എന്തുണ്ട്, ഇനിയും ഒരുപാട് അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിലുണ്ട്. പക്ഷെ PYQ ആയതുകൊണ്ട് നിങ്ങളുടെ സ്വന്തമായിട്ടത് കണ്ടെത്തുക. ബാക്കിയിലേക്ക് എന്ത് ചെയ്യാൻ ഞാൻ പോവുകയാണ്. അടുത്ത ചോദ്യം,
ഹു ഫൗണ്ടഡ് ദ പ്രാർത്ഥന സമാജ് ഇൻ മുംബൈ ഇൻ 1867? ക്ലാസ് കണ്ടവരുണ്ടെങ്കിൽ അറിയാം, ഞാനൊരു തമാശ പോലെ ഓർത്തു വെക്കാനായിട്ട് പറയാറുള്ളതാണ്. അത് PYQ സെഷൻസ് ആണെങ്കിലും നമ്മളിത് വരുമ്പോൾ പറയാറുള്ളതാണ്. 1867 മുംബൈയിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വ്യക്തിയുടെ പേര് ആത്മറാം പാണ്ഡുരംഗ് എന്നാണ്. വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള മനുഷ്യനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരെയും പോളിതിസത്തിനെതിരെയൊക്കെ ഭയങ്കരമായിട്ട് വാദിച്ചിട്ടുള്ള, പ്രവർത്തിച്ചിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ് ആത്മറാം പാണ്ഡുരംഗ്. പക്ഷേ പ്രാർത്ഥനാ സമാജ് എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറയുന്ന സംഭവം അദ്ദേഹം സ്ഥാപിച്ചതായതുകൊണ്ടും അത് ഓർത്തു വയ്ക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാടെണ്ണം വരുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടും ഞാനൊരു ചെറിയ തരികട പറയുകയാണ്. അദ്ദേഹത്തിന് പാണ്ട് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു എന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ദൈവമേ പാണ്ട് മാറണേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുകയാണ്? ആത്മറാം പാണ്ഡുരംഗ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു എന്ന് എന്ത് ചെയ്തോളൂ? ഓർത്തു വെച്ചോളൂ. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പാണ്ട് മാറാൻ പ്രാർത്ഥിച്ച പാണ്ഡുരംഗാണ് എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥനാ സമാജിന്റെ സ്ഥാപനം എന്ന് പറയുന്നത്. പക്ഷെ ഇതിങ്ങനെ നമ്മൾ കാണും അല്ലേ? ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പത്തേൽ പറഞ്ഞ പോലെ നമ്മൾ ഈ മുംബൈയും കാണില്ല, ഈ 1867 കാണില്ല. അടുത്ത വർഷത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രാർത്ഥനാ സമാജ് ആര് സ്ഥാപിച്ചു എന്നായിരിക്കില്ല. എന്തിനാ അടുത്ത വർഷം പോകുന്നത്? ഏതെങ്കിലും അടുത്ത ഷിഫ്റ്റുള്ള ചോദ്യം എന്ന് പറയുന്നതായിരിക്കും, എവിടെയാണ് ആത്മറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജ് സ്ഥാപിച്ചത്? ഏത് വർഷത്തിലാണ് ആത്മറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജ് സ്ഥാപിച്ചത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒപ്പം ഓർക്കണം, 1867 മുംബൈയിലാണ് എന്ത് ചെയ്യുന്നത്? ആത്മറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജ് സ്ഥാപിക്കുന്നത് എന്ന് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. തെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് പ്രൈമറിലി കണക്റ്റഡ് ടു വേൾഡ്സ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് കൺവീൻഡ് ഇൻ ഷിക്കാഗോ 1893? 1893 പടം കണ്ടപ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. 1893 വേൾഡ്സ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് പങ്കെടുത്ത വ്യക്തി ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പടം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതാണ്, അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. നിയോ ഹിന്ദുയിസത്തിന്റെ വക്താവായിരുന്ന, ഹിന്ദുയിസത്തിലെ അനാചാരങ്ങളും അതെല്ലാം മാറ്റി ഒരു പുതിയ രീതിയിൽ ആളുകൾക്ക് അറിയപ്പെടുന്ന ഒരു സ്പിരിച്വൽ ലൈനിൽ ഇത് ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. എന്താണ് സ്വാമി വിവേകാനന്ദന്റെ ശരിക്കും പേര്? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം അല്ലെ? കുറച്ച് പോയിന്റ്സ് എനിക്ക് പറയാനുണ്ട്. ഈ പറയുന്ന രാജാറാം മോഹൻ റോയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന രണ്ടാമത്തെ വ്യക്തിയായിരിക്കും ആരെന്ന് പറയുന്നത്? സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ഭാഗത്തുനിന്ന്, റെനേസൻസിന്റെ ഭാഗത്തുനിന്ന് ഗാന്ധിജിയെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മറ്റൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ശരിക്കും പേര്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്? നരേന്ദ്രനാഥ് ദത്ത. ഇല്ലെങ്കിൽ ഓപ്ഷനിൽ എങ്ങനെ മാത്രം ഉണ്ടാവാറുണ്ട്? നരേന്ദ്രൻ എന്ന് മാത്രം ഉണ്ടാവാറുണ്ട്. അതും എന്ത് ചെയ്യാം? നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇദ്ദേഹത്തിന്റെ ജന്മദിനം ജാനുവരി 12 1863 അദ്ദേഹം ജനിക്കുന്നത്. അതങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ജാനുവരി 12 ജനിക്കുന്നത്. ആ ജാനുവരി 12 ഇദ്ദേഹത്തിന്റെ പിറന്നാൾ എന്ന് പറയുന്ന പ്രത്യേകത കൊണ്ട് നമ്മളിപ്പോൾ ആചരിക്കുന്നത് എന്തായിട്ടാണ്? നാഷണൽ യൂത്ത് ഡേ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആചരിക്കുന്നത്. ദേശീയ യുവജന ദിനമായിട്ട് ഇന്ന് നമ്മൾ ആചരിക്കുന്നത് ആരുടെ പിറന്നാളാണ്? ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ദേശീയ യുവജന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ദിവസം എന്നാണ്? ജാനുവരി 12 ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട കോൺഫറൻസ് ആണ് 1893 ഷിക്കാഗോയിൽ വെച്ച് നടന്ന വേൾഡ്സ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അതിന് 7 വർഷങ്ങൾക്ക് ശേഷം 1900 പാരീസിൽ വെച്ചിട്ട് കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ കൂടി ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പങ്കെടുക്കുന്നുണ്ട്. അതും പലപ്പോഴും ചോദിക്കാറുണ്ട്. മക്കളെ ചിലപ്പോൾ ചോദ്യം തന്നിട്ട് വിവേകാനന്ദൻ ഇത് എവിടെയാണ് പങ്കെടുത്തത്, ഏത് സ്ഥലത്താണ് പങ്കെടുത്തുന്നവർ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. 1893 ഷിക്കാഗോ 1893 വേൾഡ്സ് പാർലമെന്റ് ഓഫ് റിലീജിയൻസിൽ വിവേകാനന്ദൻ എവിടെയാണ് പങ്കെടുത്തത്? 1900 കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻസിൽ എവിടെയാണ് വിവേകാനന്ദൻ പങ്കെടുത്തത്? അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇപ്പൊ ചോദിച്ച അതേപോലെ 1900 പാരീസിൽ കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻസിൽ ആരാണ് താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് പങ്കെടുത്തുന്നത് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ അതും എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു ആരെന്ന് പറയുന്നത്? രാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നത്. ഈ രാമകൃഷ്ണ പരമഹംസന്റെ പേരിൽ രാമകൃഷ്ണ മിഷൻ സ്റ്റാർട്ട് ചെയ്ത വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് രാമകൃഷ്ണ പരമഹംസർ ആണെന്ന്. അല്ല, രാമകൃഷ്ണ മിഷൻ ആരംഭിക്കുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന സ്വാമി വിവേകാനന്ദനാണ്. ഇതിനൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ബേലൂർ മഠം എന്നറിയപ്പെടുന്നത്. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ബേലൂർ മഠം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എവിടെയാണെന്നും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. ഈ ബേലൂർ മഠം ഉള്ളത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഇത്രയും എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നത് പലപ്പോഴും ഒരു ചോദ്യത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാനത് നിർത്താത്തതും. ചുമ്മാ പലരും ചെയ്യുന്നത് പോലെ ചോദ്യം വായിച്ച് ഉത്തരം പറഞ്ഞ് തത്തമേ പൂച്ച ലൈനിൽ പോവാത്തതും. ഓരോ ചോദ്യം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് പറയുമ്പോൾ ഇനിയും അത് ഒരുപാട് വട്ടം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആൻഡ് നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കാരണം ഒരു ചോദ്യം പറയുമ്പോൾ ഒരു കുഞ്ഞു ടോപ്പിക് പോലെ നമ്മളതിനെ ഡീൽ ചെയ്യുന്നത് അല്ലേ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പിന്നെ പല ക്ലാസ്സുകളിൽ ഇതിന് മുമ്പ് ഞാൻ ചോദിക്കാറുണ്ട്, ഞാനിങ്ങനെ പറയുന്നത് ബുദ്ധിമുട്ടാണോ, ടു മച്ച് ഓഫ് ഡാറ്റ ആവുന്നുണ്ട്, ഇറിറ്റേറ്റിംഗ് ആണോ ചോദിക്കും.
ചോദിക്കുമ്പോൾ നിങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഭൂരിഭാഗം ആളുകൾ ഇന്നേ വരെ എനിക്കതിൻ്റെ ഒരു നെഗറ്റീവ് കമൻറ്റ് കിട്ടിയിട്ടില്ല. എല്ലാവരും പറയാറുള്ളത് ഈ പറയുന്നത് പോലെ ഭയങ്കര യൂസ്ഫുൾ ആണ്, അതൊപ്പം പറയണമെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ എഗെയിൻ ഞാൻ പറയണേ, എല്ലാവർക്കും ഈ ഒരു സ്റ്റൈൽ ഇഷ്ടമാവണമെന്നില്ല. നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നെങ്കിൽ എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്നുള്ളത് നമ്മളെ താഴെ പറ്റുമെങ്കിലും ഒന്ന് അറിയിക്കുക. കമൻറ്റുകളിലോ ഇല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഒന്ന് അറിയിക്കുക. അത് നമുക്ക് എന്തായിരിക്കും അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്ന യൂസ്ഫുൾ ആയിരിക്കും. അല്ല, ആ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതും ദയവേത് എന്ത് ചെയ്യുക, താഴെ ആയിരിക്കും. കാരണം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ്സുകളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റുള്ളൂ. മാക്സിമം ഞാൻ എന്താ പറയുക, ഈ പറയുന്നത് പോലെ മാക്സിമം പോയിന്റുകൾ പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. കാരണം അതാണ് എക്സാം പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും യൂസ്ഫുൾ ആവുന്നതാണ് എന്ത് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പറയാറുള്ള അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ക്ലാസ് കാണുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റൈൽ ഇതാണ്, ഞാൻ ഇങ്ങനെയേ ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പിന്നെ ആ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും യൂസ്ഫുൾ അല്ലാത്ത രീതിയിലോട്ടാണല്ലോ പോകുന്നത്. സോ അങ്ങനെയല്ല, യൂസ്ഫുൾ ആവണം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാനും പാടില്ല, ബോർ അടിക്കാനും പാടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സോ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ അറിയിക്കുക. ഞാൻ പറഞ്ഞു വന്നത് രാമകൃഷ്ണ മിഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബേലൂർ മഠം, കൊൽക്കത്തയിലാണെന്ന് ഓർത്ത് വെക്കുക. ഒറ്റ പോയിന്റോടെ സ്വാമി വിവേകാനന്ദനെ പറഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോയിന്റുകൾ റിവൈസ് ചെയ്യാം. ഇദ്ദേഹത്തിന്റെ കുറച്ച് പുസ്തകങ്ങളാണ്. വർത്തമാൻ ഭാരത്, രാമകൃഷ്ണ പരമഹംസന്റെ അല്ല, സ്വാമി വിവേകാനന്ദന്റെ. ഏതൊക്കെയാണ്? വർത്തമാൻ ഭാരത്, അതുപോലെ തന്നെ ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ. ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ. എൻ്റെ എഴുത്ത് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ. ഒന്നും കൂടെ, ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്. ഈ 3 പുസ്തകങ്ങളാണ് എപ്പോഴും ചോദിച്ച് കാണാറുള്ളത്. ഈ 3 പുസ്തകം ആരുടെയാണ്? സ്വാമി വിവേകാനന്ദൻ്റെയാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളോട് ചോദിച്ചത് 1893 ലോക പാർലമെന്റ് ഓഫ് റിലീജിയൻസിൽ ഷിക്കാഗോയിൽ പങ്കെടുത്തത് ആരാണെന്നുള്ളതാണ്. സ്വാമി വിവേകാനന്ദനാണെന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങി. പിന്നെ നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് നരേന്ദ്രനാഥ് ദത്ത എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ജാനുവരി 12, 1863 ആ ദിവസം നമ്മളിപ്പോൾ നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈ 893 ഷിക്കാഗോയിലെ വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻസ് മാത്രമല്ല, 1900 കോൺഗ്രസ് ഓഫ് ഹിസ്റ്ററി ഓഫ് റിലീജിയൻസ് പാരീസിലും ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഗുരു ആയിരുന്നു രാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇദ്ദേഹം ആരംഭിക്കുന്നതാണ് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബേലൂർ മഠമാണ്. ഈ ബേലൂർ മഠം ഉള്ളത് കൊൽക്കത്തയിലാണ്. ചിലപ്പോൾ സംസ്ഥാനം ചോദിക്കാറുണ്ട്, ബട്ട് നിങ്ങൾക്ക് എല്ലാം അറിയാം അത് വെസ്റ്റ് ബംഗാളിലാണ്. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് വർത്തമാൻ ഭാരത്, അതുപോലെ ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ, അതുപോലെ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് എന്നുള്ളതും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഓർത്തുവെക്കുക. ശരിയല്ലേ? സംശയമില്ലല്ലോ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ബേലൂർ മഠ് വാസ് ഫൗണ്ടഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോമേഴ്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ? പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ്. ബേലൂർ മഠം ആരംഭിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ്. ഏതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും, രാമകൃഷ്ണ പരമഹംസരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, രാമകൃഷ്ണ മിഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോമേഴ്സ് ഓഫ് 19th century ഇന്ത്യ വാസ് ദ ഓതർ ഓഫ് സ്ത്രീ പുരുഷ തുലന? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ അധികം കാണാത്ത ചോദ്യങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത്. അത് ഓഫ് കോഴ്സ് വേണമല്ലോ. എല്ലാ ഷിഫ്റ്റുകളിലും എല്ലാ പരീക്ഷകളിലും അങ്ങനെയുള്ള ഒരു ഷെയർ ഓഫ് ചോദ്യങ്ങളും ഉണ്ടാവും അല്ലേ? അതും വേണ്ടതാണ്, മാൻഡേറ്ററി ആണ്, അത് എല്ലാ പരീക്ഷകളിലും ഉണ്ടാവേണ്ടതാണ്. സോ അത്തരത്തിലൊരു ചോദ്യമാണ്. സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓതർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടിട്ടില്ല, സോ നോട്ട് ചെയ്ത് വെക്കുക. താരാബായ് ഷിൻഡെ എന്ന് പറയുന്ന ആളാണ് എന്തെന്ന് പറയുന്നത് ഈ പുസ്തകത്തിന്റെ ഓതർ എന്ന് പറയുന്നത്. മക്കളെ, ഇത്തരത്തിൽ ഇങ്ങനെ പുതിയ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയാലും അതിലെ പല ചോദ്യങ്ങളും കാലക്രമേണ അപ്രത്യക്ഷമാവാറാണ് പതിവ്. സ്ഥിരമായിട്ടുള്ള ചോദ്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ രാജാറാം മോഹൻ റോയും സ്വാമി വിവേകാനന്ദനൊക്കെ തന്നെയാണ് കാലങ്ങളായിട്ട് കഴിഞ്ഞ 10-15 വർഷമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എല്ലാ SSC RRB പരീക്ഷയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഔട്ട് ഓഫ് ദി ബ്ലൂ ഇവരൊരു 2-3 ചോദിക്കും. ദെൻ അത് ഈ പറയുന്ന പോലെ കാലത്തിനനുസരിച്ച് വിസ്മൃതിയിൽ ആഴുക എന്ന് പറയില്ല, അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. എന്നിരിക്കലും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ചോദ്യം ഒരു പക്ഷേ ഇനി ഒരു 1-2 വർഷം കൂടെ ഒക്കെ ആവർത്തിച്ചേക്കാം. അങ്ങനെയും കാണാറുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയാറുള്ളത്. പക്ഷെ അത് കഴിഞ്ഞാൽ അതിന്റെ ആയുസ് തീർന്നു, പിന്നെ അത് ഉണ്ടാവാറില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഓർത്തു വെച്ചോളൂ, ചോദിച്ചതായതുകൊണ്ട് ഒരു പക്ഷേ ഇനിയും ചോദിച്ചേക്കാം. സ്ത്രീ പുരുഷ തുലന എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇടയിലുള്ള സോഷ്യൽ ഡിഫറൻസിനെ പറ്റിയൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരു പുസ്തകമാണ്. എഴുതിയ വ്യക്തിയുടെ പേര് താരാബായ് ഷിൻഡെ എന്ന് പറയുന്ന വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നതും ഒന്ന് ഓർത്തു വെച്ചോളൂ. അടുത്ത ചോദ്യം. ഹു എമംഗ് ദ ഫോളോയിങ് ഫോംഡ് ദ ബിഹാർ പ്രൊവിൻഷ്യൽ കിസാൻ സഭ ഇൻ 1929? പടം കണ്ട എന്തായാലും നിങ്ങൾക്ക് ആളെ തിരിച്ചറിയൊന്നുമില്ല എന്ന് ഞാൻ പറയാം. നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പഴയ സിനിമയുണ്ട്, എനിക്ക് എൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. ഒരു മിഷനൊക്കെ ആയിട്ട് പോകുന്നു ലാലേട്ടൻ ജഗദീഷൊക്കെ ആയിട്ട്. അതിലൊരു വില്ലൻ വരുന്നുണ്ട്. ആ വില്ലൻ്റെ ഒരു ലുക്കാണ് എനിക്ക് ഇദ്ദേഹത്തിന് തോന്നുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ, ഭയങ്കര റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള മനുഷ്യനായിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു ലുക്കാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും ആളുടെ പേര് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല, ഒരുപക്ഷെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് അറിയായിരിക്കും. 1929 ബീഹാർ പ്രൊവിൻഷ്യൽ കിസാൻ സഭ ആരംഭിക്കുന്ന വ്യക്തിയുടെ പേരെന്താണ്? സ്വാമി സഹജാനന്ദ സരസ്വതി. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? സ്വാമി സഹജാനന്ദ സരസ്വതിയാണ് എന്ത് ചെയ്യുന്നത് 1929 ബീഹാർ പ്രൊവിൻഷ്യൽ കിസാൻ സഭ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. ഈ പറയുന്നത് പോലെ കിസാൻ എന്ന് വെച്ചാൽ അറിയാലോ, കർഷകരാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനും എല്ലാമായിട്ട് സ്വാമി സഹജാനന്ദ സരസ്വതി ആരംഭിക്കുന്നതാണ് ബീഹാർ പ്രൊവിൻഷ്യൽ കിസാൻ സഭ. നേരത്തെ പറഞ്ഞ ശ്രേണിയിലെ ചോദ്യമാണ്, അധികം കണ്ടിട്ടില്ല. പക്ഷേ ഈ ചോദ്യമൊക്കെ ചിലപ്പോൾ കുറച്ചാലൂടെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തോളൂ, ഓർത്തു വെച്ചോളൂ.
അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഗുരു ഘാസിദാസ് ലെഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മൂവ്മെന്റ്സ് ടു ഇംപ്രൂവ് ദ സോഷ്യൽ കണ്ടീഷൻ ഓഫ് ലെതർ വർക്കേഴ്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. എഗെയിൻ ഒരു പുതിയ ചോദ്യമാണ്. ഗുരു ഘാസിദാസ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലെതർ വർക്കേഴ്സിന്റെ, ലെതർ തൊഴിലാളികളുടെ, തുകൽ തൊഴിലാളികളുടെ സോഷ്യൽ കണ്ടീഷൻ, സാമൂഹിക ചുറ്റുപാടുകൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആരംഭിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സത്യശോധക് സമാജ്. അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാം. കാരണം സത്യശോധക് സമാജ് സ്ഥാപിച്ചതാണ് ഏതെന്ന് പറയുന്നത് ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത്. സത്യശോധക് സമാജ് സ്ഥാപിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കോഡായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സത്യം പറയടാ പുല്ലേ എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് അല്ലേ. സത്യശോധക് സമാജ്, സത്യം പറയടാ പുല്ലേ അല്ലേ. ഫുലെ എന്നുള്ളത് പുല്ലേ എന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ സത്യശോധക് സമാജ് എന്തായാലും ആരുടെ അല്ല, പറയുന്ന പോലെ ഗുരു ഘാസിദാസിന്റെ അല്ല. ഗുരു ഘാസിദാസ് ലെതർ വർക്കേഴ്സിന് വേണ്ടി ആരംഭിച്ചത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം സത്നാമി മൂവ്മെന്റ് എന്നാണ്. ഞാൻ അഗൈൻ ഇതുവരെ കണ്ടിട്ടില്ല. സത്നാമി മൂവ്മെന്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഗുരു ഘാസിദാസ് ഈ പറയുന്ന തുകൽ തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച സംഘടനയുടെ എന്തെന്ന് പറയുന്നത് പേര് എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കിയാൽ നമ്മൾ നോക്കുമ്പോൾ അരുവിപ്പുറം മൂവ്മെന്റ് എന്നൊക്കെ നമ്മൾ വായിക്കും. പക്ഷെ മക്കളെ ഇത് നമ്മളെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഇത് നമ്മുടെ അരുവിപ്പുറം മൂവ്മെന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ പരിപാടിയായിരുന്നു ഇതെന്ന് പറയുന്നത് അരുവിപ്പുറം മൂവ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തുള്ളതാണ് നിരാൻകാരി മൂവ്മെന്റ് എന്ന് പറയുന്നത്. നിരാൻകാരി മൂവ്മെന്റും അങ്ങനെ ചോദ്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇതൊക്കെ വന്ന സ്ഥിതിക്ക് ഒരുപക്ഷെ അതും ചോദിച്ചേക്കാം. അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ബാബ ദയാൽദാസ് ആണ്. സിക്കിലെ അന്നത്തെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടും ഒന്നുകൂടെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാന്നുള്ള ടാർഗറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് നിരാങ്കാരി മൂവ്മെന്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നിരാങ്കാരി ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എവിടെയൊക്കെ ചോദ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്ന സത്നാമി മൂവ്മെന്റ് അങ്ങനെ അധികം കണ്ടിട്ടില്ല, പക്ഷെ നിരാങ്കാരി കണ്ടിട്ടുണ്ട്. സോ ഓർത്ത് വെച്ചോളൂ. ബാബ ദയാൽദാസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ നിരാൻകാരി മൂവ്മെന്റിന് പുറകിൽ പ്രവർത്തിച്ചെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. തെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിഖ് റിഫോം മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1873 ഇൻ അമൃത്സർ. അമൃത്സറിൽ 1873 ആരംഭിച്ച സിഖ് റിഫോം മൂവ്മെന്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പേര് സിംഗ് സഭ മൂവ്മെന്റ് എന്നാണ്. തൊട്ടു മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സിഖ് മതത്തിലെ പ്രധാനപ്പെട്ട സൂപ്പർസ്റ്റിഷ്യൻസും കാര്യങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്യാനും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ഇൻഫ്ലുവൻസിനെല്ലാം ഫൈറ്റ് ചെയ്യാനുമായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇതെന്ന് പറയുന്നത് സിംഗ് സഭ മൂവ്മെന്റ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 1873 എന്ത് ചെയ്യുന്നത്, അമൃത്സറിൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സിഖ് റിഫോം മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വേർ വാസ് ദ ഹിന്ദു കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1791. 1791 ഹിന്ദു കോളേജ് എന്ന് പറയുന്ന കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് ആയത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ 1791 ഈ ഒരു കോളേജ്, ഹിന്ദു കോളേജ് എന്ന പേരിൽ ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പേര് ഹിന്ദു കോളേജ് എന്നായിരുന്നില്ല, സാൻസ്ക്രിറ്റ് കോളേജ് എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കോളേജ് 1791 സ്റ്റാർട്ട് ആവുന്നത്. ആൻഡ് അത് നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബനാറസിലാണ്, വാരണാസിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സാൻസ്ക്രിറ്റ് കോളേജ് അല്ലെങ്കിൽ ഹിന്ദു കോളേജ് എന്ന പേരിൽ പിന്നീട് മാറിയ കോളേജ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ആവുന്നത്. പലപ്പോഴും ചോദിക്കാറുണ്ട് ഇതിന്റെ ഫൗണ്ടർ ആരാണ്, ഹു എമംഗ് ദ ഫോളോയിങ് ഫൗണ്ടഡ് ദ ഹിന്ദു കോളേജ് ഇൻ ബനാറസ്, അല്ലെങ്കിൽ ഹു എമംഗ് ദ ഫോളോയിങ് ഫൗണ്ടഡ് ദ സാൻസ്ക്രിറ്റ് കോളേജ് ഇൻ ബനാറസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സ്റ്റാർട്ട് ചെയ്ത ആളുടെ പേര് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റാർട്ട് ചെയ്ത ആളുടെ പേരാണ് ജോനാഥൻ ഡങ്കൻ. എന്താ പേര്, ജോനാഥൻ ഡങ്കൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹിന്ദു കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, അതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. 1791 എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓർക്കേണ്ട പോയിന്റുകൾ, ഹിന്ദു കോളേജ് അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് കോളേജ്, അതാണ് കോളേജിന്റെ പേര്. സ്റ്റാർട്ട് ചെയ്ത സ്ഥലം ബനാറസ്, സ്റ്റാർട്ട് ചെയ്ത വർഷം 1791, സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ജോനാഥൻ ഡങ്കൻ എന്ന് കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അതായത് പണ്ടത്തെ ഈ ആളുകൾക്ക് ഈ പറയുന്ന പോലെ സംസ്കൃതത്തിലെ ടെക്സ്റ്റുകളും അതുപോലെ തന്നെ വേദങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഈ വെസ്റ്റേണേഴ്സിന് അവർക്ക് വന്ന് പഠിക്കാനും അവർക്ക് അതിലെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു കോളേജ് അന്ന് സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വേർ വാസ് ദ 1912 സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽഡ് ഇൻ ബിഹാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1912 ബീഹാറിലെ സെഷൻ എവിടെയാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. 1912 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷൻ ബീഹാറിൽ വെച്ച് എവിടെ നടന്നു. സഹസ്രം, ഗയ, മധുബനി, ബങ്കിപ്പൂർ എന്നൊക്കെയാണ് എന്തിരിക്കുന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്, ബങ്കിപ്പൂരിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 1912 ബീഹാറിലെ സെഷൻ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഈ സസരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ സൂരി എംപയറിലെ ഷേർഷാ സൂരിയുടെ ടൂംബ് അല്ലെ, ഷേർഷാ സൂരിയുടെ ടൂംബ്, അദ്ദേഹത്തിന്റെ ശവകുടീരം സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് സസരം എന്ന് പറയുന്നത്. മൂന്നും ബീഹാറിൽ തന്നെയാണ്. ഗയ നമുക്കറിയാം ബുദ്ധമതവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, ബീഹാറിൽ തന്നെയാണ്.
പിന്നെ അറിയുന്നതാണ് മധുബനി പെയിന്റിങ്സിന് പ്രശസ്തമായിട്ടുള്ള സംസ്ഥാനം ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. മധുബനി പെയിന്റിങ്സും എവിടെ തന്നെയാണ്? ബീഹാർ തന്നെയാണ്. നല്ല ഓപ്ഷൻസ് ആണ്. 4 ബീഹാർ എന്ന് തന്നെയാണ് തന്നേക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിന് ഓരോന്നും പ്രധാനപ്പെട്ടതോടെ ഓർക്കേണ്ടതുണ്ട്. സസ്രം എപ്പോഴും ചോദിക്കാറുള്ളത് ഷേർഷാ സൂരിയുടെ ടൂംബ് എവിടെയാണെന്നും മധുബനി പെയിന്റിങ്സിന് പ്രശസ്തമായ സ്ഥലം ഏതാണെന്നും GI ടാഗ് ഉള്ളതാണ് എവിടെയാണെന്നുമാണ് എന്ത് ചെയ്യാറുള്ളത്? ഈ മധുബനി പെയിന്റിങ്സിനെ പറ്റി ചോദിക്കാറുള്ളത് ബീഹാറിൽ തന്നെയാണ്. എന്തായാലും 1912 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷൻ നടന്ന സ്ഥലം എവിടെയാണ്? ഭംഗിപൂർ ആണെന്നും ഓർത്തു വെക്കുക. എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. ബീങ് ദ പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹു എമംഗ് ദ ഫോളോയിങ് ഹാഡ് കാൾഡ് ഫോർ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഫ്രം ദ ബ്രിട്ടീഷ് രാജ് ഇൻ 1929? എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ്. സ്ഥിരം ചോദ്യമാണ്. 1929 കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മൾ പറയും. എന്താ നമ്മൾ പറയുക? പൂർണ്ണ സ്വരാജ് എന്നതിൽ കുറഞ്ഞ ഒന്നിലും ഞങ്ങൾ ഇനി കോംപ്രമൈസ് ചെയ്യില്ല, ഞങ്ങൾക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ളത് 1929 ലാഹോർ സെഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നതാണ്? നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനമാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് പ്രിസൈഡ് ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചേക്കുന്നത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. 1929 പൂർണ്ണ സ്വരാജ് നമ്മൾ പാസ്സാക്കുമ്പോൾ ലാഹോറിൽ വെച്ച് ആ സെഷൻ നടക്കുമ്പോൾ അത് പ്രിസൈഡ് ചെയ്ത വ്യക്തിയുടെ പേര് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് 1929 ലാഹോറിലെ പൂർണ്ണ സ്വരാജ് സെഷൻ എന്ത് ചെയ്യുന്നത്? പ്രിസൈഡ് ചെയ്യുന്നത്. വർഷം, സ്ഥലം, എന്തായിരുന്നു അവിടുത്തെ പ്രത്യേകത, ആര് പ്രിസൈഡ് ചെയ്തു? 4 ഇമ്പോർട്ടൻ്റ് ആണ്. തിരിച്ചും മറിച്ചും തലങ്ങനെയും വിലങ്ങനെയും എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ വരാറുണ്ട്. ശരിയല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഇൻ ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് മഹാത്മാഗാന്ധി റെപ്രസെന്റഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ടീസ്? താഴെ തന്നിട്ടുള്ളതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് മഹാത്മാഗാന്ധി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാന്ധിജി ആകെ ഒരു വട്ടമേശ സമ്മേളനമേ പങ്കെടുത്തിട്ടുള്ളൂ. നമുക്ക് 3 വട്ടമേശ സമ്മേളനങ്ങൾ ഉണ്ടായിരിക്കുന്നത് 30, 31, 32. കറക്റ്റായിട്ട് അങ്ങനെ 3 ഓർഡർ അല്ല. ഒരു വർഷത്തിൽ തുടങ്ങി മറ്റൊരു വർഷത്തിൽ അവസാനിച്ചതൊക്കെ ഉണ്ട്. എന്നിരിക്കലും നമുക്ക് അങ്ങനെ പറയാം. 30, 31, 32 എന്ത് ചെയ്യുന്നത്? 3 വട്ടമേശ സമ്മേളനങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ 2ാം വട്ടമേശ സമ്മേളനം നടക്കുന്നത് സെപ്റ്റംബർ 1 തീയതി മുതൽ ഡിസംബർ 1 തീയതി വരെയാണ്. സെപ്റ്റംബർ 1 തീയതി മുതൽ ഡിസംബർ 1 തീയതി വരെ 1931 എന്ത് ചെയ്യുന്നത്? 2ാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. അതിൽ ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഗാന്ധിജിയെ കാണാൻ കഴിയും. ഗാന്ധിജി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതൊരൊറ്റ സംഘടനയുടെ പ്രതിനിധിയായിട്ടല്ലേ പോകാൻ കഴിയുള്ളൂ. ആ സംഘടനയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. എന്താണ് ആ സംഘടനയുടെ പേര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഇവിടുത്തെ 4ാമത്തെ ഓപ്ഷൻ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പേര് കാണാൻ പറ്റും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ മറ്റാരും അല്ല, അതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുകൊണ്ട് പല രീതിയിൽ ചോദിക്കാറുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അല്ലെങ്കിൽ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ് എന്നും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 2ാം വട്ടമേശ സമ്മേളനം അല്ലേ, ഗാന്ധി ഇർവിൻ പാക്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ഇങ്ങോട്ട് വരുന്നത്. 2ാം വട്ടമേശ സമ്മേളനം 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ആര് പങ്കെടുത്തു? മഹാത്മാഗാന്ധി പങ്കെടുത്തു. അറിയുന്നതാണ്. എന്നാലും ഞാനൊന്ന് പറയുന്നു. 3 വട്ടമേശ സമ്മേളനങ്ങളുടെയും വെന്യൂ എവിടെയാണ്? ലണ്ടനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിരിക്കുന്നത്. പലപ്പോഴും നമ്മളെ കൺഫ്യൂഷൻ ആക്കാനായിട്ട് 2ാം വട്ടമേശ സമ്മേളനം എവിടെ നടന്നു, 1ാം വട്ടമേശ സമ്മേളനം എവിടെ നടന്നു, 3ാമത്തേത് എവിടെ വെച്ചാണ് നടന്നതൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ 3 ആണെങ്കിലും നമ്മളെ പറ്റിക്കാൻ നോക്കേണ്ട സാറേ. ഉത്തരം ഒന്നേ ഉള്ളൂ. അതെന്താണ്? അതിൻ്റെ ഉത്തരം ലണ്ടനാണ്. ഇനി 3ഉം ലണ്ടനിലാണ്. 3ലും പങ്കെടുത്ത വ്യക്തിയാണ് എല്ലാവർക്കും അറിയുന്ന പോലെ ആരെന്ന് പറയുന്നത്? ഭീമാജി റാവോ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. കേട്ടല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വാട്ട് ഗേവ് എ മേജർ ഇംപീറ്റസ്? എനിക്കറിയില്ല കേട്ടോ മക്കൾ എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത്. ടു കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വലിയൊരു പ്രേരണ അല്ലെങ്കിൽ വലിയൊരു ഊർജ്ജം കൊടുത്ത് താഴെ തന്നിട്ടുള്ള ഏത് സംഭവം മൂലമാണ് ചോദിച്ചേക്കുന്നത്? എക്സ്പോർട്ട് ഓഫ് റോ കോട്ടൺ ടു ഇംഗ്ലണ്ട് അല്ല. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947 അല്ല. ഡെവലപ്മെന്റ് ഓഫ് റെയിൽവേ നെറ്റ്വർക്ക് അല്ല. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ ബംഗാൾ വിഭജനത്തിന്റെ സമയത്തും അല്ലെങ്കിൽ അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലോഞ്ച് ചെയ്തൊരു സമരമുറയായിരുന്നു ഏതെന്ന് പറയുന്നത്? സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. ഈ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ തോതിൽ ആഹ്വാനം ഉണ്ടാവുകയും ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്? ആ സമരം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ വിദേശ വസ്ത്രങ്ങളിൽ നിന്ന് മാത്രമല്ല വിദേശ വസ്തുക്കളും എന്ത് ചെയ്യരുത്? ഇവിടെ വിൽക്കരുതെന്ന് തീരുമാനമായിട്ടുണ്ടായിരുന്നതാണ്. ഈ വിദേശ വസ്ത്രങ്ങളുടെയൊക്കെ ബഹിഷ്കരണം ഏത് എക്സ്റ്റെൻറ്റിൽ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി അലക്കാൻ വരുന്ന ധോബികൾ പോലും പറയായിരുന്നു, നിങ്ങൾ നമുക്ക് അലക്കാൻ തരുന്നത് വിദേശ വസ്ത്രങ്ങളാണെങ്കിൽ നമ്മളത് അലക്കി കൊണ്ടുവന്ന് തരില്ല എന്നുള്ള രീതിയിൽ സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് അത്രയും ഇറങ്ങിച്ചെന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അല്ലെങ്കിൽ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്? സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെന്റ് കാരണമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് ചെയ്യുന്നത്? കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം നടത്താൻ കഴിയുന്നത്. കാരണം അപ്പോഴത്തേക്ക് ആളുകൾ എന്തായി? തയ്യാറായി. വിദേശ വസ്ത്രങ്ങൾ വേണ്ട, നമ്മുടെ നാട്ടിലെ വസ്ത്രങ്ങൾ മതി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുകയായി? നമ്മൾ തയ്യാറാവുകയായിരുന്നു. അപ്പോൾ അതും കിട്ടിയില്ലേ? അടുത്ത ചോദ്യം.
വിത്ത് റെഫറൻസ് ടു മോർലി മിൻഡോ റിഫോംസ് ഓഫ് 1909. മിൻഡോ മോർലി റിഫോംസ് അല്ലെങ്കിൽ മോർലി മിൻഡോ റിഫോംസ് ഓഫ് 1909. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിട്ടുള്ളത് കൺസിഡർ ചെയ്യാം. ദേ ആർ ഓൾസോ കോൾഡ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909. അതിന്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇത്തരത്തിലുള്ള എല്ലാ ആക്ടുകൾക്കും ഒരു വിളിപ്പേരും ഉണ്ടാവും, ഒരു ശരിക്കും പേരും അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ പേരും ഉണ്ടാവും അല്ലേ. നമ്മൾ പറയാറ് നമ്മളെ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരും സർട്ടിഫിക്കറ്റിൽ വരുന്ന വേറൊരു പേരും. അതേപോലെ സർട്ടിഫിക്കറ്റിൽ വരുന്ന പേരാണ് ഈ പറയുന്ന ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഈ മോർലി മിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൻഡോ അപ്പോഴത്തെ വൈസ്രോയും മോർലി അപ്പോഴത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ആണ്. അപ്പോൾ രണ്ടും എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ഇത്തരത്തിൽ വരുന്ന എല്ലാ പരിഷ്കാരങ്ങൾക്കും എല്ലാ റിഫോംസിനും ഒരു ഒഫീഷ്യൽ നെയിമും ഒരു വിളിപ്പേരും ഉണ്ടാവും. അതിൽ മോർലി മിൻഡോ റിഫോംസിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എ ശരിയാന്ന് മനസ്സിലായി. എ ശരിയായിട്ടുള്ള 3 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ബിയും അല്ല സിയും അല്ല, നമ്മുടെ ഉത്തരം എന്ത് ചെയ്തു നമുക്ക് മനസ്സിലായി. ഇനി 1, 2, 4 ഇതിനെ ചാൻസ് ഉള്ളൂ. രണ്ടാമത്തെ വായിക്കി. ദേ ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അവർ ചെയ്തിട്ടുണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിലെ സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ബിയും കറക്റ്റ് ആണ്. എയും ബിയും കറക്റ്റ് ആവുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്, ദേ ഒന്നാമത്തെയും പോയി. എയും ബിയും കറക്റ്റ് ആണ്, എയും ബിയും സിയും കറക്റ്റ് ആണ്. അടുത്തൂടെ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ആൻസർ 4, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ 2. എന്താ അടുത്തത്? ദ റൈറ്റ് ടു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വാസ് ഗിവൺ ടു മുസ്ലിംസ്. മിൻഡോ മോർലി റിഫോംസ് അറിയപ്പെടുന്നത് തന്നെ അതിനു വേണ്ടിയല്ലേ അല്ലേ. ഞാൻ പറയാറില്ലേ എം എന്ന് ഓർക്കാൻ ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മോർലിയിലും എം ഉണ്ട്, മിൻഡോയിലും എം ഉണ്ട്, മുസ്ലിംസിലും എം ഉണ്ട്. നമ്മളെ തമ്മിലടിപ്പിക്കുക, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നുള്ള അവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസിയുടെ ഭാഗമായിട്ട് മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊണ്ടുവന്ന പരിപാടിയായിരുന്നു ഏതെന്ന് പറയുന്നത് മോർലി മിൻഡോ റിഫോംസ് അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ 3 ശരിയാണ്, 1 തെറ്റല്ല. 3 ശരിയാണെങ്കിൽ ഓപ്ഷൻ 4 ABC ആണെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്ന് ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാവും. എപ്പോഴും ഇതൊന്ന് ചോദ്യം വരിക, മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുത്ത പരിഷ്കാരം ഏതാണ്? ഇതാണ് സ്ഥിരം ചോദ്യം. ഇതിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആക്കി തന്നു എന്നുള്ളതേ ഉള്ളൂ. മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുത്ത് എമ്മിൽ തുടങ്ങുന്ന മോർലി മിൻഡോ റിഫോംസ് ആണ്. അതിന്റെ ഒഫീഷ്യൽ നെയിം ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 ആണ്. ഇതിൽ ഇത്രയും കാലം ഏറ്റവും കൂടുതൽ ചോദിച്ചത് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുത്ത റിഫോം ഏതാണ്? 2, മിൻഡോ മോർലി റിഫോംസിന്റെ മറ്റൊരു പേര്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഫോംസ് ഈസ് ഓൾസോ നോൺ ആസ് മോർലി മിൻഡോ റിഫോംസ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഫോംസ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ ചോദ്യം തിരിഞ്ഞും മറിഞ്ഞു വരാം. ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്കറിയേണ്ടുന്ന പോയിന്റുകൾ എന്ത് തന്നെയാണ്, അല്ലെങ്കിൽ നമുക്കറിയേണ്ടുന്ന അറിവ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഉത്തരം നമുക്ക് എന്ത് ചെയ്യുക തന്നെ ചെയ്യും, കിട്ടുക തന്നെ ചെയ്യും. അപ്പം അതും കിട്ടിയേ. അടുത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഇൻ 1910 ദ യുണൈറ്റഡ് ഇന്ത്യ ഹൗസ് അറ്റ് സിയാറ്റിൽ USA വാസ് സെറ്റപ്പ് ബൈ. ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ 1910 USA സിയാറ്റിലിൽ സെറ്റപ്പ് ചെയ്തൊരു സാധനമാണ് ഇതെന്ന് പറയുന്നത് യുണൈറ്റഡ് ഇന്ത്യ ഹൗസ് എന്ന് പറയുന്നത്. ആരായിരുന്നു ഇതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് താരക്നാഥ് ദാസ് ആൻഡ് GD കുമാർ എന്ന് പറയുന്നത്. അങ്ങനെ അധികം കണ്ടിട്ടില്ല മക്കളെ ഈ ചോദ്യം, അതുകൊണ്ടൊന്ന് ഓർത്ത് വെക്കുക. 1910 യുണൈറ്റഡ് ഇന്ത്യ ഹൗസ് ഈ പറയുന്നത് പോലെ USA സിയാറ്റിലാണ്. ഇതിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി താരക്നാഥ് ദാസും GD കുമാറാണ്. എന്നാൽ ഈ പറയുന്ന ഒരു ഇന്ത്യ ഹൗസ് വേറൊരു രീതിയിലൊന്നും ചോദ്യം വരാറുണ്ട്. അതിന്റെ പേര് ഇന്ത്യ ഹൗസ് എന്ന് തന്നെയാണ്. യുണൈറ്റഡ് ഇല്ല, ഇന്ത്യ ഹൗസ് എന്ന് തന്നെയാണ്. ഇതുണ്ടായിരുന്ന USA അല്ല, ഇതുണ്ടായിരുന്ന ലണ്ടനിലാണ്. അവിടുത്തെ ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ലണ്ടനിലാണ്. ഇതിന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിക്കാറുണ്ട്. അത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ഫൗണ്ടർ ശ്യാംജി കൃഷ്ണവർമ്മയാണ്. മാറിപ്പോരുത്. ഇന്ത്യൻ ഹൗസ് ചെറിയൊരു മാറ്റമുള്ളൂ. യുണൈറ്റഡ് ഇന്ത്യ ഹൗസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് USA സിയാറ്റിൽ താരക്നാഥ് ദാസും GD കുമാറും കൂടെ തുടങ്ങി. ഇതെവിടെ കണ്ടോ, രണ്ടാമത്തെ ഓപ്ഷനിൽ കണ്ടോ, നമ്മൾ തെറ്റിക്കാൻ ഇട്ടേക്കുന്ന ശ്യാംജി കൃഷ്ണവർമ്മ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇന്ത്യ ഹൗസ് ലണ്ടനിലാണ് ഉണ്ടായിരുന്നത്. ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ഇത് പിന്നീട് അതിന്റെ ഏറ്റവും പീക്കിൽ എത്തുന്നത്, ഇതിന്റെ നേതൃത്വം ആരെ ഏറ്റെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ VD സവർക്കർ ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഈ ഇന്ത്യ ഹൗസിന്റെ നേതൃത്വം പിന്നീട് ഉണ്ടായിരുന്ന VD സവർക്കറുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട്. അപ്പോൾ എന്തായാലും കൺഫ്യൂഷൻ ആവരുത്, നമ്മളെ തെറ്റിക്കാനായിട്ട് VD സവർക്കറും ഓപ്ഷനിലുണ്ട്. കൺഫ്യൂഷൻ ആവരുത്. യുണൈറ്റഡ് ഇന്ത്യ ഹൗസ് സിയാറ്റിൽ USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് യുണൈറ്റഡ് ഇന്ത്യ ഹൗസ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യുണൈറ്റഡ് കിങ്ഡം ഇല്ലെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഉത്തരമില്ല, ഞാൻ ഓർക്കാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ യുണൈറ്റഡ് ഇന്ത്യ ഹൗസും UK ഇംഗ്ലണ്ടിൽ അല്ലേ, ഇംഗ്ലണ്ടിൽ നമ്മൾ യുണൈറ്റഡ് കിങ്ഡം അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ. അതേസമയം നമ്മൾ USA നല്ലോണം യൂസ് ചെയ്യുന്നില്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നല്ലോണം യൂസ് ചെയ്യുന്നില്ലേ. പോട്ടെ, ഞാനത് പറഞ്ഞ് കൊളാക്കി നിങ്ങളുടെ രീതിയിൽ ഓർത്തു വെച്ചോ. യുണൈറ്റഡ് ഇന്ത്യ ഹൗസ് USA സിയാറ്റിൽ താരക്നാഥ് ദാസും GD കുമാറും ആരംഭിച്ചതും, ഇന്ത്യ ഹൗസ് ലണ്ടനിൽ ശ്യാംജി കൃഷ്ണവർമ്മ ആരംഭിച്ചു. പിന്നീട് അതിന്റെ നേതൃത്വത്തിലേക്ക് ആര് വന്നു, VD സവർക്കർ വന്നു എന്നും എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. സെറ്റല്ലേ. ഞാൻ പിടിച്ചോ അടുത്ത ചോദ്യം. കുദൈ കിത്മത് ഗാസ് ഈ അടുത്തുള്ള പല പരീക്ഷകളിലും നന്നായി ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. എ നോൺ വയലന്റ് മൂവ്മെന്റ് എമംഗ് ദ പത്താൻസ് വാസ് സ്റ്റാർട്ടഡ് ബൈ. കുദൈ കിത്മത്ഗർ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയറിൽ തുടങ്ങുന്ന ഒരു നോൺ വയലന്റ് പ്രസ്ഥാനമാണ്. ഇത് ആരാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇതേ സംഭവം മറ്റു രീതിയിൽ ചോദിക്കാറുണ്ട്. റെഡ് ഷർട്ട് മൂവ്മെന്റ് ഇതിന്റെ മറ്റൊരു പേരാണ്. ഇവരുടെ യൂണിഫോം ഒരു റെഡ് ഷർട്ടായിരുന്നു ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ റെഡ് ഷർട്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ലെവലിലല്ല ഞാൻ പറയുന്നത്, അതിന് വേറെ ഒത്തിരിയുണ്ട്. ഇന്ത്യയിൽ റെഡ് ഷർട്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ ഖുദായ് ഖിദ്മത്ഗേഴ്സ് എന്ന് പറയുന്ന സംഘടന ഒരു നോൺ വയലന്റ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് രാജിനെതിരെ ഒരു നോൺ വയലന്റ് മൂവ്മെന്റ് ആയിട്ട് തുടങ്ങുന്ന സംഘടനയാണ്. അത് തുടങ്ങിയ ആളുടെ പേര് സച്ചീന്ദ്ര ബക്ഷി എന്നോ ഭക്ത് ഖാൻ എന്നോ അല്ലൂരി സീതാരാമരാജു എന്നോ അല്ല. അദ്ദേഹത്തിന്റെ പേര് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന, ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഖുദായ് ഖിദ്മത്ഗേഴ്സ് അല്ലെങ്കിൽ റെഡ് ഷർട്ട് മൂവ്മെന്റ് ആരംഭിച്ചത് എന്ന് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ റെഡ് ഷർട്ട് മൂവ്മെന്റ് ഈ അടുത്ത് പല പരീക്ഷയിലും ഞാൻ കണ്ടു, അതുകൊണ്ടൊന്ന് സ്കെച്ച് ഇട്ട് വെച്ചോ. ഇനിയും എന്ത് ചെയ്യും ഇത് ചോദിക്കും. ഖുദായ് ഖിദ്മത്ഗേഴ്സ് അല്ലെങ്കിൽ റെഡ് ഷർട്ട് മൂവ്മെന്റ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആരംഭിക്കുന്നതാണ്. അദ്ദേഹമാണ് എന്ത് എന്നറിയപ്പെടുന്നത് ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഈ അല്ലൂരി സീതാരാമ രാജു ഒക്കെയാണ് നമ്മുടെ RRRലെ ഒരു ക്യാരക്ടർ കേട്ടോ. അത് ഫിക്ഷൻ മിക്സ്ഡ് ആണ്, പക്ഷേ അതും എന്ത് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അടുത്ത് മാച്ച് ദ ഫോളോയിങ് സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻസ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഫൗണ്ടേഴ്സ്. താഴെ തന്നിട്ടുള്ള സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻസും റെസ്പെക്റ്റീവ് ഫൗണ്ടേഴ്സ് തമ്മിൽ ബന്ധപ്പെടുത്തുക. ബ്രഹ്മസമാജ് നമ്മൾ എത്ര വട്ടം പറഞ്ഞതാ. ബ്രഹ്മസമാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സോ എ എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? എ എന്ന് പറയുന്നത് 3 ആണ്. നോക്ക് മക്കളെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും മാച്ച് ദ ഫോളോയിങ് നമുക്ക് ലോട്ടറി ആണെന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണ്. A3 ഒരൊറ്റ ഓപ്ഷനിലുള്ള പരിപാടി നമുക്ക് നിർത്താം, നമുക്ക് അടുത്ത് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. A3 ബ്രഹ്മസമാജ് രാജാറാം മോഹൻ റോയ്. SSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന പോയിന്റാ. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോഡിയാണ്. പരിപാടി കഴിഞ്ഞു, ബാക്കി നോക്കണ്ട. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നതായതുകൊണ്ട് നമുക്ക് നോക്കാം. രാമകൃഷ്ണ മിഷൻ എഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, സ്വാമി വിവേകാനന്ദന്റെയാണ്. പ്രാർത്ഥനാ സമാജ് പാണ്ഡു വന്നപ്പോഴാണ് പ്രാർത്ഥിച്ചത്, ആത്മറാം പാണ്ഡുരംഗിന്റെയാണ്. ആര്യ സമാജ് നമുക്കറിയാം, ദയാനന്ദ സരസ്വതിയാണ് അല്ലേ? അപ്പൊ A3 B1 C2 D4 എല്ലാം അറിയുന്നതാണ്. സിമ്പിൾ ആയിരുന്നു. ഒറ്റന്ന് വെച്ച് അവസാനിപ്പിക്കുക. എക്സാം ഹാളിൽ ബാക്കിയുള്ളതും കൂടെ നോക്കി സമയം കളയരുത്. ആൻസർ മാർക്ക് ചെയ്ത് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 അല്ലേ? അടുത്ത് ഹു ഫൗണ്ടഡ് ദ ആര്യ സമാജ് ഇൻ മുംബൈ ഇൻ 1875? ആരാണ് 1875 മുംബൈയില് 1875 മുംബൈയില് ഒപ്പം തലയിൽ ഫീഡ് ചെയ്യണം. 1875 മുംബൈയില് ആര്യ സമാജം സ്ഥാപിച്ച വ്യക്തിയുടെ പേര് സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദുയിസത്തെ പരിഷ്കരിക്കാൻ അല്ലെ, ഹിന്ദുത്വത്തിൽ നിന്ന് മാറിപ്പോയ ആളുകളെ തിരിച്ച് ഹിന്ദുയിസത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഇദ്ദേഹം മുന്നോട്ട് വെച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത് ആര്യ സമാജ് എന്ന് പറയുന്നത്. ഈ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശരിക്കും പേരാണ് മൂൽശങ്കർ തിവാരി എന്ന് പറയുന്നത്. CJയിൽ അവിടെ ഇവിടെയൊക്കെ വഴിതെറ്റി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. മൂൽശങ്കറിനെ ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവുള്ളൂ. മൂൽശങ്കർ എന്ന് പറയുന്നത് ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശരിക്കും പേരാണ്. ഇദ്ദേഹത്തിന്റെ ആഹ്വാനങ്ങളാണ് ഗോ ബാക്ക് ടു വേദാസ്, ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ ഇന്ത്യ ഫോർ ഇന്ത്യൻസ്, ഇന്ത്യ ഇന്ത്യക്കാർക്കുള്ളതാണ് എന്നുള്ളതും ആരുടെ ആഹ്വാനമാണ്? ഈ പറയുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആഹ്വാനങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശ്, ബൈബിൾ ഓഫ് ആര്യ സമാജ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന സത്യാർത്ഥ പ്രകാശ് എന്ന് പറയുന്നത്, സത്യാർത്ഥ പ്രകാശ് എന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതിയുടെ ഒരു പുസ്തകമാണെന്ന് ഓർത്തു വയ്ക്കുക. ആര്യ സമാജ് 1875 മുംബൈയിലെ മൂൽശങ്കർ തിവാരി എന്ന സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിക്കുന്നു. ഗോ ബാക്ക് ടു വേദാസ്, ഇന്ത്യ ഫോർ ഇന്ത്യൻസ്, ഇന്ത്യയിലേക്ക് വേദങ്ങളിലേക്ക് മടങ്ങുക, ഇന്ത്യക്കാർക്ക് എന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനമാണ്. സത്യാർത്ഥ പ്രകാശ് എന്താണ്? അദ്ദേഹത്തിന്റെ പുസ്തകമാണെന്ന് ഇന്ത്യക ഓർത്തു വയ്ക്കുക. ആര്യ സമാജ് പറഞ്ഞപ്പോൾ ഒരു സമാജം കൂടെ ഞാൻ കൂടെ പറയാണ്. ഇതും ഈ പറയുന്ന പോലെ അങ്ങനെ ഭയങ്കര ഫ്രീക്വന്റ് ആയി ചോദിക്കുന്നതല്ല, എന്നാലും ചോദിക്കാറുള്ളതാണ്. ദേവസമാജം. ദേവസമാജം തുടങ്ങുന്നത് ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. ഞാൻ തമാശയ്ക്ക് ഓർക്കാനായിട്ട് പറയാറുണ്ട്, ദേവാന്ന് വെച്ചാൽ ദൈവം എന്ന് ഓർത്താൽ മതി. അപ്പൊ ശിവനും നാരായണനും ഒക്കെ ഉണ്ടല്ലോ, ശിവനും നാരായണനും ഒക്കെ ചേർന്നിട്ട് ഒരു അഗ്നിഹോത്രിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ദേവസമാജം ആരംഭിച്ചതെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക, ഹു ഫൗണ്ടഡ് ദ ദേവസമാജ് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, ചോദിക്കാറുള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓർ പാർട്ടീസ് വാസ് സ്റ്റാർട്ടഡ് ഇൻ സാൻ ഫ്രാൻസിസ്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡ്യൂറിംഗ് ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമയത്ത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്റ്റാർട്ട് ചെയ്ത ഗ്രൂപ്പ് അല്ലെങ്കിൽ പാർട്ടി താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ആ പാർട്ടിയുടെ പേര് ഗദ്ദർ പാർട്ടി എന്നാണ്, അല്ലെങ്കിൽ ഗദാർ പാർട്ടി. അതായത് ഈ വാക്കിനർത്ഥം, പഞ്ചാബി ഭാഷയിൽ ഇതിനർത്ഥം റബല്യൻ എന്നാണ്, അതായത് സമരം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന വാക്കാണ് ഇതെന്ന് പറയുന്നത്, ഈ ഗദർ പാർട്ടി എന്ന് പറയുന്നത്. ഇത് രൂപീകരിക്കപ്പെടുന്ന 1913 എപ്പോഴാണ്? 1913 രൂപീകരിക്കപ്പെടുന്ന പാർട്ടിയാണ് ഗദർ പാർട്ടി എന്ന് പറയുന്നത്. ഇതിന് ഫൗണ്ടേഴ്സ് ആയിട്ട് വരാറുള്ളത് ലാലാ ഹർദയാൽ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ സോഹൻ സിംഗ് ബക്ന എന്ന് പറയുന്ന വ്യക്തിയുമാണ്. മക്കളത് എപ്പോഴും ഏറ്റവും കൂടുതൽ വട്ടം ഞാൻ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ഗദർ പാർട്ടിയുടെ അല്ലെങ്കിൽ ഗദർ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടേഴ്സ് ആരാണ് എന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ആ പേരുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ലാലാ ഹർദയാലും സോഹൻ സിംഗ് ബക്നയും ഈ പറയുന്നത് പോലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്റ്റാർട്ട് ചെയ്ത പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഗദർ പാർട്ടി എന്ന് പറയുന്നത്. അതുപോലെ ഒരെണ്ണമാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. സ്വരാജ് പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ്. അതെ, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായിട്ടുള്ള മോത്തിലാൽ നെഹ്റുവും CR ദാസും ചേർന്ന് രൂപീകരിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് സ്വരാജ് പാർട്ടി എന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി ഈ ഗദർ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ എങ്ങാണ്ടാണ് വന്നൊരു ചോദ്യമായിരുന്നു, ആര് ഈ ഗദർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് മരണം വരിച്ച വ്യക്തി ആരാന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ഇതാണ്: ഖത്തർ സിംഗ് സാരഭ വാസ് എക്സിക്യൂട്ടഡ് അറ്റ് ലാഹോർ ഫോർ ഹിസ് റോൾ ഇൻ ദ ഗദർ പാർട്ടി. ഇതൊരു ആംഡ് റെബല്യനൊക്കെ ഭയങ്കരമായി എന്താ പറയുക സപ്പോർട്ട് ചെയ്ത പാർട്ടിയായിരുന്നു. ഇവരുടെ പോസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഭയങ്കരമാണ്. നിങ്ങൾക്ക് പ്രതിഫലമായി കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന പോലെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കുക എന്ന് പറയുന്ന മഹത്തരമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അണികളെ നമ്മുടെ കൂടെ ചേരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര പമ്പ് ചെയ്യുന്ന, നമ്മളെ ഭയങ്കരമായി മോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെ, രക്തം ഒഴുക്കിക്കൊണ്ട് തന്നെ സ്വാതന്ത്ര്യം നേടണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഗദർ പാർട്ടി എന്ന് പറയുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും വെറും 19-ാം വയസ്സിൽ തൂക്കിക്കൊല്ലുകയും ചെയ്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഖത്തർ സിംഗ് സാരഭ എന്ന് പറയുന്നത്. ഇദ്ദേഹം പിന്നെ പ്രശസ്തമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗത് സിംഗ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷനായി കണ്ടിരുന്ന വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഖത്തർ സിംഗ് സാരഭ എന്ന് പറയുന്നത്. എനിക്ക് എങ്ങനെ കറക്റ്റ് KTR വായിക്കാൻ അറിയില്ല, പക്ഷെ എന്തായാലും പേര് ഇതാണ്. ഒറ്റവട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്തരത്തിലൊരു വ്യക്തി വെറും 19-ാമത്തെ വയസ്സിൽ എന്താ പറയുക ലാഹോറിൽ തൂക്കുകയറിൽ കയറേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആളെ പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇന്ത്യൻ ചരിത്രം അറിയുന്ന ആളുകൾ എന്ന നിലയിൽ ഒരു പേരായിട്ടെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട്? അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അല്ലേ? പോരാത്തന്നെ ഭഗത് സിംഗിന്റെ മോട്ടിവേഷനും ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്നതുമാണ്. സോ അതുകൊണ്ട് ആ പേര് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഖത്തർ സിംഗ് സാരഭ എന്നുള്ള പേര് കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി മറ്റേതൊരു വർഷം കണ്ട ചോദ്യമായിരുന്നു ഈ പറയുന്ന പോലെ ഗദർ പാർട്ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നുള്ളത്. ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഗദർ പാർട്ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ഗദർ പാർട്ടിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നത്. അപ്പൊ ഗദർ പാർട്ടി അമേരിക്കയിലെ ലാലാ ഹർദയാലും സോഹൻ സിംഗ് ബക്നയും ചേർന്ന് സ്ഥാപിക്കുന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സാൻ ഫ്രാൻസിസ്കോയിലാണ്. 1913 സ്ഥാപിക്കുന്നത്. ഗദർ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം പഞ്ചാബി ആണെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ ഉറുദു, ഇതിൽ ഏതോ ഒന്നാണ്. എന്തായാലും ആ വാക്കിന്റെ അർത്ഥം റബല്യൻ എന്നാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകർ ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റു ആണെന്നും എന്ത് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അതുപോലെ ഗദർ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന വ്യക്തിയാണ് ഖത്തർ സിംഗ് സാരഭ. ഇദ്ദേഹം ഭഗത് സിംഗിന്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു, റോൾ മോഡൽ ആയിരുന്നു, എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. Which of the following organizations divided into 2 branches was established by ലോകമാന്യ ബാലഗംഗാധർ തിലക് ആൻഡ് ആനി ബസന്റ്? ആരാണ് ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നുള്ളത് SSC പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. അതിനും ഒരു ഉത്തരമായി ലോകമാന്യ എന്നറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകനാണ്. എന്തായാലും ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ താഴെ തന്നിട്ടുള്ള ഏത് സംഘടനയാണ് 2 ബ്രാഞ്ചുകളായി തിരികുകയും അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന് പുറകിൽ ബാലഗംഗാധര തിലകനും ആനി ബസന്റും പ്രവർത്തിക്കുകയും ചെയ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ പേര് ഹോം റൂൾ ലീഗ് എന്നാണ്. എന്താണ് സ്ഥാപനത്തിന്റെ പേര്? ഹോം റൂൾ ലീഗ് എന്നാണ്. ഹോം റൂൾ ലീഗിന്റെ ഫൗണ്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 2 പേരുകളും പറയണം. ബാലഗംഗാധര തിലകനും അതുപോലെ തന്നെ ആനി ബസന്റും പറയണം. ബാലഗംഗാധര തിലകൻ ഇതിൽ പ്രവർത്തിച്ചത് പൂനെ ഹെഡ് ക്വാർട്ടേഴ്സ് ആക്കി ബേസ് ചെയ്തിട്ട് ബാലഗംഗാധര തിലകനും, അതേസമയം അടയാർ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ചെന്നൈക്ക് അടുത്തുള്ള അടയാർ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് ആരും പ്രവർത്തിച്ചു? ആനി ബസന്റും പ്രവർത്തിച്ചു. ഹോം റൂൾ, അതായത് നമുക്ക് സ്വയം ഭരണം കിട്ടണം എന്നുള്ള രീതിയിൽ, അതിൽ മോട്ടിവേഷൻ ഉൾക്കൊണ്ട് അത്തരത്തിലായിരിക്കണം നമ്മുടെ ഭരണം എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു സംഘടനയായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലഗംഗാധര തിലകൻ ഈ പറയുന്ന പൂനെ ഏരിയയിലും ബാക്കി റെസ്റ്റ് ഓഫ് ദി ഇന്ത്യയിൽ ആനി ബസന്റും വർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഹോം റൂൾ ലീഗിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണ് എന്ന് ചോദിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പൂനെ എല്ലാ ഓപ്ഷനിൽ ഉണ്ടാവുക, അടയാറാണ് ഓപ്ഷനിൽ ഉണ്ടാവുക. കാരണം ആനി ബസന്റിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ തിരുന്നത്, ഇതിന്റെ കൂടുതൽ ഏരിയ കവർ ചെയ്തിരുന്നത്. മാത്രമല്ല ഇവർ രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട്, 2 നേതൃത്വം എന്നതുപോലെ തന്നെ 2 ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായി പ്രവർത്തിച്ച 2 സംഘടനകളായിരുന്നു, അല്ലെങ്കിൽ സംഘടനയായിരുന്നു ഏതെന്ന് പറയുന്നത് ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി 2-3 സംഘടനകളുണ്ട്. അത് നമുക്ക് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അതിലൊന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഫൗണ്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് മാഡം ഹെലേന ബ്ലവറ്റ്സ്കി എന്ന് പറയുന്ന വ്യക്തിയും എന്ന് പറയുന്ന ലേഡിയും കേണൽ ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ട് എന്ന് പറയുന്ന വ്യക്തിയും ചേർന്ന് സ്ഥാപിക്കുന്ന സംഘടനയാണ് ഏതെന്ന് പറയുന്നത് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത്. മാഡം ഹെലേന ബ്ലവറ്റ്സ്കിയും കേണൽ ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ടും, വെച്ച് കഴിഞ്ഞാൽ അറിയാതെ സ്പേസ് ഒന്നാണ്, ഹെൻറി ഒറ്റ പേരാണ്, ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ടും ആണ് എന്ന് പറയുന്നത് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. എപ്പോഴും ചോദിക്കാറുള്ളതാണ്.
ദാദാബായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന വഴിയെ നമുക്ക് ചോദ്യമുണ്ട്. അവിടെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ തൽക്കാലം ഇത്രയും ഓർത്തു വെക്കുക. ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? ദാദാബായ് നവറോജി ആണെന്ന് ഓർത്തു വെക്കുക. പിന്നുള്ളത് ഇന്ത്യൻ അസോസിയേഷൻ. മക്കളെ ശ്രദ്ധിക്കണം, ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ ആണെങ്കിൽ ദാദാബായ് നവറോജിയാണ്. പക്ഷെ ഇന്ത്യൻ അസോസിയേഷൻ ആണെങ്കിൽ അതിന്റെ സ്ഥാപകർ 2 പേരാണ്, ആനന്ദ് മോഹൻ ബോസും അതുപോലെ സുരേന്ദ്രനാഥ് ബാനർജിയും. ആരൊക്കെയാണ്? ആനന്ദ് മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയുമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകർ എന്ന് പറയുന്നത്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷനും ഇന്ത്യൻ അസോസിയേഷനും പറഞ്ഞ പോലെ തന്നെ ഈ ഹോം റൂൾ ലീഗിനും ഇന്ത്യൻ ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അത് വളരെ അപൂർവമായിട്ട് ചോദിച്ച് കാണാറുള്ളൂ. എപ്പോഴും നമ്മുടെ ഈ സാധാ തിലകന്റെയും അതുപോലെ തന്നെ ആനി ബസന്റിന്റെയും ഹോം റൂൾ ലീഗാണ് ചോദിക്കാറുള്ളത്. ബട്ട് ഇൻ കേസ് ഇന്ത്യൻ ഹോം റൂൾ ലീഗ് എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ഈ പറയുന്ന ബാലഗംഗാധര തിലകനോ ആനി ബസന്റിനോ യാതൊരു ബന്ധവുമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി പഞ്ചാബ് സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ലാലാ ലജ്പത് റായിക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഇന്ത്യൻ ഹോം റൂൾ ലീഗുമായി ബന്ധമുള്ളത് എന്ത് ചെയ്യുക? ഓർത്തുവയ്ക്കുക. അപ്പൊ കുറച്ചധികം പോയിന്റ് പറഞ്ഞു. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹോം റൂൾ ലീഗിന്റെ സ്ഥാപകരാണ് ചോദിക്കുന്നതെങ്കിൽ അത് ലോകമാന്യ ബാലഗംഗാധര തിലകനും അതുപോലെ ആനി ബസന്റും ആണ്. ആനി ബസന്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അടയാറും ബാലഗംഗാധര തിലകന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പൂനെ ആയിരുന്നു. പൂനെ ബേസ്ഡ് ആയിട്ട് ബാലഗംഗാധര തിലകനും റെസ്റ്റ് ഓഫ് ദി ഇന്ത്യ എന്നുള്ള രീതിയിൽ ആനി ബസന്റും അതിനുവേണ്ടി വർക്ക് ചെയ്തു. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ ചോദിച്ചു കഴിഞ്ഞാൽ മേഡം ഹെലേന ബ്ലവറ്റ്സ്കിയും കേണൽ ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ടുമാണ്. ഈസ്റ്റ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപകനാണ് ചോദിക്കുന്നതെങ്കിൽ ദാദാബായ് നവറോജിയാണ്. ഇന്ത്യൻ അസോസിയേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ആനന്ദ് മോഹൻ ബോസ് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇനി ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റായ് ആണെന്നും ഓർത്തു വയ്ക്കുക. ആദ്യത്തെ ഫോളോയിങ് ആയിട്ട് വരും. അങ്ങനെയുള്ള ചോദ്യം നമ്മൾ ഓൾറെഡി കണ്ടു. ഇനിയും എന്ത് ചെയ്യും? ഇതുപോലെ കാണേണ്ടി വരും. അപ്പോൾ സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം, ഹു ഫൗണ്ടഡ് തിയോസഫിക്കൽ സൊസൈറ്റി ഇൻ ന്യൂയോർക്ക് ഇൻ 1875? തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഫൗണ്ടർ ഞാനിപ്പോൾ പറഞ്ഞിരുന്നു. ഇവിടെ കുറച്ചും കൂടെ ഡാറ്റ കിട്ടി. ഇത് സ്ഥാപിക്കപ്പെടുന്നത് ന്യൂയോർക്കിലാണ് 1875 ആൻഡ് ദ റെസ്റ്റ് ഈസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ് എന്നുള്ളതാണ്? മാഡം HP ബ്ലവറ്റ്സ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട്. നമ്മൾ ഫുൾ പേര് തന്നെ പറഞ്ഞിരുന്നു. മാഡം ഹെലേന ബ്ലവറ്റ്സ്കി ആൻഡ് കേണൽ ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ട് ആണെന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ചോദ്യം എന്ത് ചെയ്യും? ഇനിയും വന്നേക്കാം. സെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് ഡിഡ് മഹാത്മാഗാന്ധി along with other Indians established the Nadal Congress to fight against racial discrimination? വംശീയ അധിക്ഷേപത്തിനെതിരെ പ്രവർത്തിക്കാനായിട്ട് ബാക്കിയുള്ള ഇന്ത്യൻസിനെയും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് ഗാന്ധിജി എവിടെയാണ് നാദാൽ കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്തത്? ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി ഉണ്ടല്ലോ, മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഈ അടുത്ത് വായിച്ചു തീർത്ത്, ഈ അടുത്തെല്ലാം കുറച്ചായി വായിച്ച് തീർത്താണത്. അതിനകത്ത് ഒരുപാട് കാലം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ പല ചാപ്റ്റേഴ്സും സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന നാദാൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും അതൊക്കെ പറ്റിയാണ്. അത് നടക്കുന്നത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. 1920-21 വരെയുള്ള സമയം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അദ്ദേഹം അതിൽ സംസാരിക്കുന്നുള്ളൂ. അതിൽ ഈ പറയുന്ന പോലെ പ്രധാനപ്പെട്ട സ്ഥലം ഇത് തന്നെയാണ്, സൗത്ത് ആഫ്രിക്കയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനമായും സൗത്ത് ആഫ്രിക്കയിലെ അനുഭവങ്ങളാണ് എവിടെ കൊടുത്തിട്ടുള്ളത്? ഈ പറയുന്ന മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എന്നിരിക്കലും നാദാൽ കോൺഗ്രസിന്റെ പ്രവർത്തനം, നാദാൽ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്ഥലമാണ്, നാദാൽ കോൺഗ്രസിന്റെ പ്രവർത്തനം പ്രധാനമായും നടന്ന എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ആ ഒരു അനുഭവത്തിൽ നിന്നൊക്കെയാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ഇവിടെ വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാവുന്നു, ഇതിന്റെ ഭാഗമായിട്ട് കാര്യമായിട്ട് പ്രവർത്തിക്കുന്നതും. അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ ബെൽഗാം സെഷൻ ഓഫ് INC ഹെൽഡ് ഇൻ 1924? 1924 ബെൽഗാം സെഷൻ നടക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ വർഷവും ഇന്ത്യയും കൂടും അല്ലെ, ഒരു വട്ടം കൂടും. അത് നോർമലി ഡിസംബർ കാലഘട്ടത്തിലാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ബെൽഗാം എവിടെയുള്ളത്? കർണാടകയിലെ ബെൽഗാമിൽ പ്രിസൈഡ് ചെയ്ത വ്യക്തി ആരാന്നുള്ളതാണ്. കർണാടകയിലെ ബെൽഗാമിൽ 1924 പ്രിസൈഡ് ചെയ്ത വ്യക്തിയുടെ പേര് മഹാത്മാഗാന്ധി എന്നാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി ആകെ ഒരൊറ്റ INC സെഷൻ എന്ത് ചെയ്തിട്ടുള്ളൂ? പ്രിസൈഡ് ചെയ്തിട്ടുള്ളൂ. ആ INC സെഷൻ ഈ 1924 കർണാടകയിൽ വെച്ച് നടന്ന ബെൽഗാം സെഷൻ ആണെന്ന് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തിക്കുക. എപ്പോഴും തിരിച്ചാ ചോദിക്കാറുള്ളത്, മഹാത്മാഗാന്ധി ആകപ്പാടെ പങ്കെടുത്ത INC സെഷൻ ഏത് സ്ഥലത്താണ്? ബെൽഗാം. ഇതാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെയാ, ഒന്ന് കുറേ കാലം അങ്ങോട്ട് പോകുമ്പോൾ എന്നാൽ പിന്നെ ഒന്ന് തിരിച്ചിട്ടേക്കാന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? ഒന്ന് തിരിച്ചു ചോദിക്കുന്നതാണ്. പക്ഷേ അതിൽ നമ്മളെ വീഴ്ത്താൻ പറ്റൂല അല്ലേ, അത് നെസസറി ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ടയർ 2ന്റെ ചോദ്യമാണ്. 2025 ജാനുവരിയിൽ നടന്ന ടയർ 2 ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വലിയ മാറ്റമൊന്നുമില്ല, സെയിം ലെവൽ ചോദ്യങ്ങൾ തന്നെയാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് ഡിഡ് മഹാത്മാഗാന്ധി ലീഡ് ദ സത്യാഗ്രഹ ആൻഡ് ഹങ്കർ സ്ട്രൈക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഗാന്ധിജി ആദ്യമായിട്ട് സത്യാഗ്രഹം ഹങ്കർ സ്ട്രൈക്കും എപ്പോഴാണ് നടത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചോദ്യത്തിൽ സത്യം പറഞ്ഞ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. ഗാന്ധിജി ലെഡ് ദ സത്യാഗ്രഹ എന്നായിരുന്നു ചോദ്യമെങ്കിൽ ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ സത്യാഗ്രഹം നടത്തിയ വർഷം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1917 ആണ്.
1917 ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹത്തിന്റെ പേരാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്തെ നീലം കൃഷിക്കാർക്ക്, ഇൻഡിഗോ ഫാർമേഴ്സിന് വേണ്ടി ഗാന്ധിജി നടത്തുന്ന സത്യാഗ്രഹമാണ്, ആദ്യത്തെ സത്യാഗ്രഹമാണ് ഇതെന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഹങ്കർ സ്ട്രൈക്ക് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹങ്കർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നിരാഹാര സത്യാഗ്രഹമാണ്. ഗാന്ധിജി ചമ്പാരനിൽ എന്ത് ചെയ്തിട്ടില്ല? നിരാഹാര സത്യാഗ്രഹം നടത്തിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാര സമരം ഒരു സത്യാഗ്രഹത്തിന്റെ മാർഗം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ ഹങ്കർ സ്ട്രൈക്ക് എന്ന് എടുത്തു പറയുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ചമ്പാരൻ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഗാന്ധിജി ആദ്യമായി നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കിലാണ്. അഹമ്മദാബാദ് എല്ലാവർക്കും അറിയാം, ഗുജറാത്തിലാണ്. 1918 കൂടി എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം, ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം 1918. ഇനി ഇതേ ചോദ്യത്തിൽ എത്രയുള്ളൂ? ഈ ഹങ്കർ സ്ട്രൈക്ക് എന്നുള്ളതേ ഇല്ല. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് ഡിഡ് മഹാത്മാഗാന്ധി ലെഡ് ദ സത്യാഗ്രഹ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഗാന്ധിജി ഏത് വർഷമാണ് ആദ്യമായി സത്യാഗ്രഹം നടത്തിയത്? ദ ആൻസർ ഈസ് 1917. ഒരു സംശയമില്ല. ആ സത്യാഗ്രഹത്തിന്റെ പേര് ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ്. അത് ബീഹാറിലാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതേസമയം നിരാഹാര സത്യാഗ്രഹം എന്ന് എടുത്തു പറഞ്ഞാൽ അത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ആണ്, ഗുജറാത്തിലാണ്, 1918. പിന്നെ ഒരെണ്ണം കൂടെ ഗാന്ധിജി ചെയ്യുന്നുണ്ട്, അതും ഗുജറാത്തിൽ തന്നെയാണ്, 18 തന്നെയാണ്. ഖേദ സത്യാഗ്രഹം. ഈ 3 സത്യാഗ്രഹങ്ങളിലൂടെയാണ്, ഈ 3 സമരങ്ങളിലൂടെയാണ് ഞാൻ ഇവിടെ ഉണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന രീതിയിൽ ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? രാഷ്ട്രീയത്തിലേക്ക് ഒരു എൻട്രി നടത്തുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് ഇന്നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്തു? തിരിച്ചറിയുന്നു. അപ്പൊ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചമ്പാരൻ എവിടെയാന്ന് പോലും എടുത്ത് ചോദിക്കാറുണ്ട്. ചമ്പാരൻ ഉള്ളത് ബീഹാറിലാണ്. ചമ്പാരൻ സത്യാഗ്രഹം ഏതാണ്? 1917 എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. രണ്ടാമത്തെ സ്ട്രൈക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഗുജറാത്തിലാണ്, വർഷം 1918. അതാണ് ഗാന്ധിജിയുടെ എന്തെന്ന് പറയുന്നത്? ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ വരരുത്. ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ 1917, ബീഹാർ. ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, ഗുജറാത്ത്, 1918. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. In which of the following cities did Mahatma Gandhi led the peasant movement against the imposed indigo cultivation by the British planters? ഇപ്പൊ നമ്മൾ കഥ മൊത്തം പറഞ്ഞാണ്. ഇൻഡിഗോ കൃഷിക്കാർക്ക് വേണ്ടി, നീലം കൃഷിക്കാർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമാണ് ഇതെന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതെവിടെയായിരുന്നു ചമ്പാരൻ ഉള്ളത്? ബീഹാറിലാണ്. ഒരു ചെറിയ പോയിന്റ് കൂടെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഈ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയെ ഇൻവൈറ്റ് ചെയ്ത ലോക്കൽ ലീഡറുടെ പേര് രാജ്കുമാർ ശുക്ല എന്നാണ്. കാലങ്ങളായ ഒരു PSC ചോദ്യമാണ്. പക്ഷേ ഈ അടുത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പല SSC പരീക്ഷകളിലും കാണുന്നുണ്ട്. ഹു വാസ് ദ ലോക്കൽ ലീഡർ ഹു ഇൻവൈറ്റഡ് ഗാന്ധിജി ടു ഈ പറയുന്ന പോലെ ചമ്പാരൻ സത്യാഗ്രഹ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടുന്ന പേരാണ് രാജ്കുമാർ ശുക്ല. ചമ്പാരൻ എവിടെയാണുള്ളത്? പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ബീഹാറിലാണ്. വർഷം 1917. സെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം. Which of the following places is related to Gandhi Satyagraha of the year 1917? മക്കളെ, ഒരു വർഷത്തെ ഒരു ഷിഫ്റ്റിലെ ചോദ്യങ്ങളാണ്. 3 ചോദ്യമായി ചമ്പാരൻ സത്യാഗ്രഹത്തെ പറ്റി മാത്രം വന്നേക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കണമെന്ന് ചോദിക്കുന്നവരോട് ഞാൻ എന്താ പറയുക? ഇതൊക്കെ എത്ര വട്ടം മുമ്പും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണെന്നറിയോ? സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് അഗൈൻ, പലരും ഇപ്പോൾ ഞാൻ പറയുമ്പോൾ വിചാരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതിയോ? പലരും നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ക്ലാസ് യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ താഴെ വരുന്ന കമൻറ്റ്, ഇത് മാത്രം നോക്കി കിട്ടുമോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഒന്നുകൂടെ ഹൃദിസ്ഥമാക്കാനും, പഠിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും, എങ്ങാനും നമ്മൾ പഠിപ്പിക്കുമ്പോഴോ ഒക്കെ വിട്ടുപോയ പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് മനസ്സിൽ ഉറപ്പിക്കാനായിട്ടാണ് PYQ നോക്കേണ്ടത്. PYQ എപ്പോഴും നോക്കേണ്ടത് നമ്മൾ കുറേ തിയറി പഠിച്ചിട്ട് ആ പഠിച്ച സാധനത്തിന് ഒരു ചോദ്യം വന്നില്ലെങ്കിൽ നമ്മൾ ആ തിയറി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ PYQ നോക്കണം, നമ്മൾ പഠിക്കുന്നത് കറക്റ്റ് അല്ലേ, നമ്മുടെ ട്രാക്ക് കറക്റ്റ് അല്ലേ, ഇതെന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ തന്നെയാണോ മുമ്പ് ചോദിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത്. സെറ്റല്ലേ? എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. Which of the following acts gave the government enormous powers to repress political activities and allowed detention of political prisoners without trial for 2 years? താഴെ തന്നിട്ടുള്ളതിൽ ഏത് നിയമമാണ് ഗവൺമെന്റിന് ഭയങ്കരമായ അധികാരം കൊടുത്തത്? എന്തിനു കൊടുത്തു? ടു റിപ്രസ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, രാഷ്ട്രീയ പരിപാടികളെ അടിച്ചമർത്താൻ. ആൻഡ് അലോ ഡിറ്റൻഷൻ ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് വിത്തൗട്ട് ട്രയൽ ഫോർ 2 years. രാഷ്ട്രീയ തടവുകാരെ ഒരു കോടതിയിലും കൊണ്ടുപോകാതെ 2 വർഷത്തോളം ജയിലിലിടാനും അധികാരം കൊടുത്ത നിയമം ഏതായിരുന്നു? ആ കിരാത നിയമത്തിന്റെ പേര് റൗലറ്റ് ആക്ട് എന്നായിരുന്നു. 1919 സർ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കൊണ്ടുവരുന്ന നിയമമാണ് റൗലറ്റ് ആക്ട്. ഇതിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജാലിയൻ വാലാബാഗ് മസാക്കർ ഉണ്ടാവുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമാകുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. ഇതിനെ ബ്ലാക്ക് ആക്ട്, കരി നിയമമാണെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അന്നത്തെ ആളുകൾ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ മിൻഡോ മോർലി റീഫോംസിന് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്നുള്ളൊരു പേര് പറഞ്ഞതുപോലെ തന്നെ ഇത് കൊണ്ടുവന്ന ജഡ്ജിയുടെ പേര് സിഡ്നി റൗലറ്റ് എന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റൗലറ്റ് ആക്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഇതിന് എന്തുണ്ടാവണം? ഒരു ഒഫീഷ്യൽ പേര് കൂടെ ഉണ്ടാവണം. ആ ഒഫീഷ്യൽ സംഭവത്തിന്റെ പേരാണ്
അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്. ഈ ഭാഗങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്പിരിറ്റ് മുഴുവനായും അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്ന വർഷം എല്ലാവർക്കും അറിയാം 1919. ബിക്കോസ് ഈ 1919 തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ജാലിയൻവാലാബാഗ് മസാക്കർ ഉണ്ടാവുന്നതും. സെറ്റല്ലേ? അപ്പോൾ 2 പേരുകളും കിട്ടിയില്ലേ? എന്നാ പിടിച്ചോ അടുത്തത്. ഡ്യൂ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് ഡിഡ് രവീന്ദ്രനാഥ് ടാഗോർ റിട്ടേൺ ദ ടൈറ്റിൽ ഓഫ് നൈറ്റ്ഹുഡ് ടു ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് വൈൽ എക്സ്പ്രസിംഗ് ഹിസ് ആംഗ്വേഷ്? ഏത് ഇവന്റിനെ തുടർന്നാണ്, ഏത് സംഭവത്തെ തുടർന്നാണ് രവീന്ദ്രനാഥ ടാഗോർ തന്റെ പ്രഭുത്വ പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരിച്ചു കൊടുത്ത് തന്റെ ദേഷ്യം പ്രകടിപ്പിച്ചത് എന്നാണ് ചോദിച്ചത്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആ ഇവന്റിന്റെ പേര് ജാലിയൻ വാലാബാഗ് മസാക്കർ എന്നാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ നൈറ്റ്ഹുഡ്, തന്റെ സർ പദവി എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമായിരുന്നു അത് ചെയ്തത്? അല്ല. ഗാന്ധിജിയും സരോജിനി നായിഡുവും ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുത്ത കൈസർ-ഇ ഹിന്ദ് എന്ന് പറയുന്ന പുരസ്കാരം എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു കൊടുക്കുന്നുണ്ട്. സി ശങ്കരൻ നായർ, മലയാളി ആയിരുന്ന സി ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം അതിൽ നിന്ന് റിസൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സി ശങ്കരൻ നായർ PSC ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമായിട്ട്, അതുകൊണ്ട് ഞാൻ ചുമ്മാ ആഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് തലയിൽ ഓർത്ത് വെച്ചാൽ മതി. ചേറ്റൂർ ശങ്കരൻ നായർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, സി ശങ്കരൻ നായർ എന്ന് പറയുന്നത്. അതേപോലെ ഈ ജാലിയൻവാലാബാഗ് മസാക്കറിനെ പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാരെ ഏൽപ്പിച്ച കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്, ഹണ്ടർ കമ്മിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും ചോദിക്കാറുണ്ട്. ജാലിയൻവാലാബാഗ് മസാക്കറിനെ പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാരെ ഏൽപ്പിച്ച കമ്മിറ്റിയാണ് ഹണ്ടർ കമ്മിറ്റി. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? രവീന്ദ്രനാഥ ടാഗോർ തന്റെ പ്രഭുത്വ പദവിയാണ് കൊടുത്തതെങ്കിൽ ഗാന്ധിജിയും സരോജിനി നായിഡുവും എന്ത് കൊടുത്തു, കൈസർ-ഇ ഹിന്ദ് എന്ന് പറയുന്ന ആ പദവി എന്ത് ചെയ്തു, അവർ തിരിച്ചു കൊടുത്തു. സി ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചു. ഹണ്ടർ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ജാലിയൻവാലാബാഗ് മസാക്കറിനെ പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് വാസ് VD സവർക്കർ സെന്റ് ടു ആൻഡമാൻ ജയിൽ ബൈ ദ ബ്രിട്ടീഷ്? ആൻഡമാനിലെ ജയിലിലേക്ക്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ആൻഡമാനിലെ പ്രശസ്തമായ ജയിലിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, കാലാപാനി എന്ന് പറയുന്നത്, അല്ലേ? പ്രിയദർശനും ലാലേട്ടനും കൂടെ നല്ലൊരു കിടിലൻ പടമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പേരിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് വർഷമാണ് VD സവർക്കറിനെ ഈ പറയുന്ന ആൻഡമാൻ ജയിലിലേക്ക് അയച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1911 എന്ത് ചെയ്യുന്നത്, നമ്മുടെ VD സവർക്കറിനെ അങ്ങോട്ട് അയക്കുന്നത്. ഈ ചോദ്യം ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളതല്ല. ഈ കാലാപാനി എന്ന് പറയുന്ന ജയിൽ, സെല്ലുലാർ ജയിലിൽ എവിടെയാണുള്ളത് എന്നുള്ളത് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. പക്ഷേ VD സവർക്കർ അയച്ച വർഷം ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. എന്തായാലും ഓർത്തു വെക്കുക, 1911 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന VD സവർക്കറെ ആൻഡമാനിലെ കാലാപാനി ജയിലിലേക്ക് അയക്കുന്ന എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം. വെൻ വാസ് ദ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ്ഡ്? എഗെയിൻ അങ്ങനെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമല്ല. ഏത് വർഷത്തിലാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ് ആയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് 1920 1920 ടു ബി സ്പെസിഫിക് ഒക്ടോബർ 31 എന്ത് ചെയ്യുന്നത്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. ഇടത് ചായവുള്ള ഒരു സംഘടനയാണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന AATUC എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എഗെയിൻ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ചോദിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ചോദ്യമായതുകൊണ്ടും ആ പ്രസിഡന്റ് ആയ വ്യക്തി നമുക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. AATUCയുടെ ആദ്യത്തെ പ്രസിഡന്റായി സ്ഥാനമേറ്റ വ്യക്തിയുടെ പേര് നമ്മൾ മുൻപുള്ള ചോദ്യങ്ങളിൽ പറഞ്ഞ അതേ പേര് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്, ലാലാ ലജ്പത് റായ് എന്നാണ്. ലാലാ ലജ്പത് റായ് ആണ് എന്ത് ചെയ്യുന്നത്, 1920 ഒക്ടോബർ 31 രൂപീകൃതമാവുന്ന AATUCയുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ചാർജ് എടുക്കുന്ന എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അടുത്ത ചോദ്യം. ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വാസ് കോൾഡ് ഓഫ് ആഫ്റ്റർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസിഡന്റ്? ഏത് സംഭവത്തെ തുടർന്നാണ്, ഏത് ഇൻസിഡന്റിനെ തുടർന്നാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കിയത്? ഞാൻ ഈ പറയുന്ന പോലെ RRB NTPCയുടെ മാരത്തോൺ ചെയ്യുന്ന സമയത്തും ഇത്തരത്തിലുള്ള ലൈവ് ക്ലാസ്സുകൾ ചെയ്യുമ്പോഴെല്ലാം ഞാൻ പറയുന്നതാണ്, ഈ ചോദ്യം നിങ്ങൾ എത്ര സ്റ്റാർ ഇട്ട് വെക്കാൻ പറ്റുമെങ്കിൽ ഇട്ട് വെച്ചോളൂ. ഈ ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ട്, അതെന്തായാലും ചോദിക്കുന്നത് എന്ത് ചെയ്യാറുണ്ട്, ഞാൻ പറയാറുണ്ട്. അപ്പോൾ വളരെ നന്നായി പൊക്കൊണ്ടിരുന്ന നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിനെ തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്യുകയാണ്, ഇന്ത്യയിലെ ആളുകൾ ഇത്തരത്തിലുള്ള സമാധാനപരമായ സമരം ചെയ്യുവാൻ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമരങ്ങളൊക്കെ പരിചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്യുകയാണ്, ഗാന്ധിജി വിഡ്രോ ചെയ്യുകയാണ്. ആ ഇൻസിഡന്റിന്റെ പേര് ചൗരി ചൗര ഇൻസിഡന്റ് എന്നാണ്. എന്താ പേര്? ചൗരി ചൗര ഇൻസിഡന്റ് എന്നാണ് അറിയപ്പെടുന്നത്. NCERTയിൽ ഒരു പടമാണ്. 1922 എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. ഓർക്കാൻ ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറുന്ന കുപിതരായ ജനക്കൂട്ടം എന്ത് ചെയ്യുകയാണ്? ആ പോലീസ് സ്റ്റേഷൻ അടച്ച് തീയിടുകയാണ്. കാരണം ഈ പോലീസുകാരെ സേഫ് ആവാനായിട്ട് അകത്തടച്ച് കുറ്റിയിടുകയാണ്. ജനങ്ങളിങ്ങനെ തീയിടുന്നൊന്നും അവർ വിചാരിക്കുന്നില്ലല്ലോ. അന്ന് ആ തീയിട്ടത്തിൽ വെന്ത് മരിച്ചത് പാവപ്പെട്ട 22 പോലീസുകാരാണ്. അങ്ങനെ 22 പോലീസുകാരുടെ മരണത്തിനിടയായ സംഭവം നടക്കുന്നത് 1922ലാണ്. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നതാണ്, ഈ ചൗരി ചൗര ഇൻസിഡന്റിന് കുപ്രസിദ്ധമായ ഈ ചൗരി ചൗര എന്ന് പറയുന്നത് ഏത് സ്ഥലത്താണ്, ഏത് സംസ്ഥാനത്താണ്? ചൗരി ചൗര എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഇതുള്ളത് എവിടെയാണ്? യു പിയിലാണ്. യു പിയിലെ ഒരു ഗ്രാമത്തിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? ചൗരി ചൗര എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്യാൻ ഇടയാവുന്ന ഇൻസിഡന്റ് ചൗരി ചൗര ഇൻസിഡന്റ് ആണ്. ഈ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് യു പിയിലാണ്. 1922ലാണ് ഇത് ഉണ്ടാവുന്നത്. 22 പോലീസുകാരാണ് എന്ത് ചെയ്യുന്നത്? വെന്തുമരിക്കുന്നത്. അന്ന് കണ്ടോ, അന്നത്തെ കലാപത്തിൽ മരിച്ച ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെ തുടർന്നാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്യുന്നത്? വിഡ്രോ ചെയ്യുന്നത്. ചൗരി ചൗര ഇൻ ഗോരഖ്പൂർ. ഇത് ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലാണ്. എനിക്ക് അങ്ങനെയും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. NCERTയിലെ പടങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലാണ്. അതുകൂടെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഗോരഖ്പൂർ ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. NCERTയിലെ വാചകം ഇതാണ്: അറ്റ് ചൗരി ചൗര ഇൻ ഗോരഖ്പൂർ എ പീസ്ഫുൾ ഡെമോൺസ്ട്രേഷൻ ഇൻ എ ബസാർ ടേൺഡ് ഇൻടു എ വയലന്റ് ക്ലാഷ് വിത്ത് ദ പോലീസ്. ഹിയറിംഗ് ഓഫ് ദി ഇൻസിഡന്റ് മഹാത്മാഗാന്ധി കോൾഡ് എ ഹോൾട്ട് ടു ദ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്. നമ്മൾ പറഞ്ഞ തന്നെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടേ ഉള്ളൂ. അടുത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് took place in the United Provinces in February 1922? ഇതൊരു നല്ല ചോദ്യമാണ്. കാരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് ടുക്ക് പ്ലേസ് ഇൻ യു പി എന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് എന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? യുണൈറ്റഡ് പ്രൊവിൻസസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താ അപ്പോൾ യു പിക്ക് യുണൈറ്റഡ് പ്രൊവിൻസസ് എന്ന് വിളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യു പിയുടെ പഴയ പേരായിരുന്നു ഏതെന്ന് പറയുന്നത്? യുണൈറ്റഡ് പ്രൊവിൻസസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1922 ഇത് അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? യുണൈറ്റഡ് പ്രൊവിൻസസ് എന്നുള്ള പേരിലാണ്. അപ്പോൾ 1922 ഫെബ്രുവരിയിൽ യു പിയിൽ എന്ത് സംഭവിച്ചു? അതല്ലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. 1922 യു പിയിൽ എന്ത് സംഭവിച്ചു അല്ലേ? അങ്ങ് പോളണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നത് പോലെ യു പിയിൽ എന്താണ് സംഭവിച്ചത്? യു പിയിൽ സംഭവിച്ചതിന്റെ പേര് ചൗരി ചൗര ഇൻസിഡന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഒരേ ചോദ്യം. മറ്റേ മായാവി പഴയ ബാലരമ കഥകളിലെ പോലെ തല മാറട്ടെ എന്ന് പറഞ്ഞു. തല മാറിയത് ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് മാറി. ആകെ നമുക്ക് അറിയേണ്ടത് 1922 ചൗരി ചൗര യു പിയിലാണ്. ഇക്കാരണം കൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്തു? നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്തു എന്നൊരൊറ്റ കാര്യം എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ? നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. ഇന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെവല്യൂഷണറീസ് വാസ് ചിറ്റഗോങ് ആർമറി റെയ്ഡ് കണ്ടക്റ്റഡ്? ചിറ്റഗോങ് ആർമറി റെയ്ഡ് താഴെ തന്നിട്ടുള്ളതിൽ ഏത് വിപ്ലവകാരിയുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത്? നടന്നത് എന്നാണ് ഇതിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അത് രാജ് ബിഹാരി ബോസ് ആണോ, സൂര്യ സെൻ ആണോ, ഹേമു കലാനിയാണോ, ബാദൽ ഗുപ്തയാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ഞാനൊരു ക്ലൂ തരാം. ഈ പറയുന്ന ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടത്തിയ വ്യക്തിയുടെ മറ്റൊരു വിളിപ്പേരാണ് എന്തെന്ന് പറയുന്നത്? മാസ്റ്റർ ദ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ അനുയായികളും അതുപോലെ നാട്ടുകാരും വിളിച്ചിരുന്നതാണ് മാസ്റ്റർ ദ എന്നാണ്. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. ആ വ്യക്തിയുടെ പേര് സൂര്യ സെൻ എന്നാണ്. പലപ്പോഴും ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. മാസ്റ്റർ ദ എന്ന വിളിപ്പേരിൽ തന്റെ ഫോളോവേഴ്സിനിടയിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി, അല്ലെങ്കിൽ മാസ്റ്റർ ദ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് ഓൾസോ നോൺ ആസ് മാസ്റ്റർ ദ? എന്താ അദ്ദേഹത്തിന്റെ പേര്? സൂര്യ സെൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ചിറ്റഗോങ്ങിലെ ഒരു ആർമറി, ഒരു ആയുധപ്പുര എന്ത് ചെയ്യുകയാണ്? വിപ്ലവങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയുധങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് എന്ത് ചെയ്യണം? കൊള്ളയടിക്കുകയാണ് ഉണ്ടാവുന്നത്. സംഭവിക്കുന്നത് 1930ലാണ്. ഡേറ്റ് അങ്ങനെ കണ്ടിട്ടില്ല, വേണമെങ്കിൽ ഓർത്തു വെച്ചോ. 18 ഏപ്രിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്നത് പോലെ ചിറ്റഗോങ് ആർമറി റെയ്ഡ് സംഭവിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് മൂപ്പരെ പിടികൂടുകയും പിന്നീട് എന്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ചിറ്റഗോങ് ആർമറി റെയ്ഡ് സൂര്യ സെൻ, അദ്ദേഹം തന്നെ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാസ്റ്റർ ദ എന്ന പേരിൽ അറിയപ്പെടുന്നു. 1930 18 ഏപ്രിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് സംഭവിക്കുന്നത്. ഓർത്തു വയ്ക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ മറ്റൊരു സംഘടനയാണ് അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ അടുത്ത് പല പരീക്ഷകളിലും ചോദിച്ചു കണ്ടു. ഈ അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ ഫൗണ്ടർ ആരാണ് എന്നാണ് ചോദിക്കാറുള്ളത്. അഭിനവ് ഭാരത് സൊസൈറ്റി ഒരു വിപ്ലവ സംഘടന തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഫൗണ്ടറാണ് VD സവർക്കർ. നമ്മൾ തൊട്ടു മുമ്പ് കാലാപാനിയിലെ ജയിലിലോട്ട് അയച്ചു എന്ന് പറഞ്ഞില്ലേ? അതേ VD സവർക്കർ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകനായിട്ട് വരുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അഭിനവ് ഭാരത് സൊസൈറ്റി, VD സവർക്കർ. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്താണ് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സെറ്റല്ലേ? അടുത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഇൻ വിച്ച് ഇയർ വാസ് ദ ഗാന്ധി ഇർവിൻ പാക്ട് സൈൻഡ്? ഞാൻ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു പോയിരുന്നു, എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധിജി പങ്കെടുക്കുന്നത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ഏത് പാർട്ടിയെ റെപ്രസെന്റ് ചെയ്താൽ പങ്കെടുത്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്താൽ പങ്കെടുത്തത്. ഇതായിരുന്നു നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിന് കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്ത ആളുകൾ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ആ സമയത്ത് എല്ലാവരും എവിടെയായിരുന്നു? ജയിലിലായിരുന്നു.
സോ അത്തരത്തിൽ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ രാഷ്ട്രീയ തടവുകാരായി കഴിയുന്ന എല്ലാ ആളുകളെയും റിലീസ് ചെയ്യുക എന്നുള്ളത് അതിലെന്തായിരുന്നു, ഒരു ഉടമ്പടിയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? കോൺഗ്രസ് 2ാം വട്ടമേശ സമ്മേളനത്തിൽ പോകാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഏത് വർഷമായിരിക്കണം ഗാന്ധി ഇർവിൻ പാക്ട് സൈൻ ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1931 നമ്മൾ പറഞ്ഞിരുന്നു. വട്ടമേശ സമ്മേളനം നമ്മൾ 30, 31, 32 എക്സാക്ട്ലി ഇങ്ങനെയല്ല, ഡേറ്റ് അനുസരിച്ച് മാറുന്ന ഞാൻ പറഞ്ഞു. ബട്ട് 30, 31, 32 നടക്കുന്നത്. ഗാന്ധി ഇർവിൻ പാക്ട് ഒപ്പിടുന്നതും ഏത് വർഷമാണ്? 31 എന്ത് ചെയ്യുന്നത്, ഒപ്പിടുന്നത്. ലോർഡ് ഇർവിൻ ആ സമയത്ത് വൈസ്രോയി ആയിരുന്ന വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന ഗാന്ധി ഇർവിൻ പാക്ട് ഒപ്പിട്ട ലോർഡ് ഇർവിൻ എന്ന് പറയുന്നത്. ഇതേ ഗാന്ധി ഇർവിൻ പാക്ടിന് ഡൽഹി പാക്ട് എന്നറിയപ്പെടാറുണ്ടോ? ഡൽഹി പാക്ട് അല്ലെങ്കിൽ ദില്ലി പാക്ട് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഗാന്ധി ഇർവിൻ പാക്ട് ആണ്. ഈ ഉടമ്പടിക്ക് ചരിത്രത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്കാരെയും ബ്രിട്ടീഷുകാരെയും ഈക്വലായി കണ്ട് ഉടമ്പടി ഒപ്പിടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ ഉടമ്പടിയാണ് 1931 ഒപ്പിടുന്ന ഈ പറയുന്ന ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തുല്യരാണ് എന്നുള്ള രീതിയിൽ ഒപ്പിടുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറയുന്നത്. 1931 എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്യുന്നത്. 2ാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതായിരുന്നു? 31 ആയിരുന്നു. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഗാന്ധി ഇർവിൻ പാക്ട് ഒപ്പിടുന്ന 1931. അത് കഴിഞ്ഞ് ഒരു 2ാം വട്ടമേശ സമ്മേളനത്തിന് പോയി. ഈ ഗാന്ധി ഇർവിൻ പാക്ടിന്റെ മറ്റൊരു പേരാണ് ഇതെന്ന് പറയുന്നത് ഡൽഹി പാക്ട് എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ ആർമി വാസ് ഫൗണ്ടഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്? അതിപ്പോൾ എന്ത് ചോദ്യമാണല്ലേ. ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരുണ്ട്, ആസാദ് ഹിന്ദ് ഫൗജ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. ആസാദ് ഹിന്ദ് ഫൗജ് എന്നും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ എവിടെ ഉണ്ടാവുക? പേര് തന്നെ പറഞ്ഞിട്ടില്ലേ, ഇന്ത്യയിലല്ലേ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന ഉത്തരം ഓപ്ഷനിൽ പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇത് എവിടെയാണ് ഉണ്ടായത്? ഈ ആസാദ് ഹിന്ദു ഫൗജ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു സംഘടനയാണെന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ഈ സംഘടന സ്ഥാപിക്കുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ചീമ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇതിന്റെ മുഴുവൻ കഥ പറയാൻ ഞാൻ നിൽക്കുന്നില്ല, കാരണം ഒരുപാട് പറയാനുണ്ട്. തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. സുഭാഷ് ചന്ദ്രബോസ് അല്ല ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ. സുഭാഷ് ചന്ദ്രബോസിന്റെ കയ്യിൽ എത്തിച്ചേരുന്നതും അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പീക്കിൽ എത്തിക്കുന്നതുമായിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആസാദ് ഹിന്ദ് ഫൗജിന്റെ ശരിക്കും ഫൗണ്ടർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. അദ്ദേഹം 1942 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത്. അതിൻ്റെ അത് രൂപീകരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. സിംഗപ്പൂരിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് രൂപീകരിക്കപ്പെട്ടത് എന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഉറപ്പായിട്ടും സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാവും. ചാടിക്കയറി പറയരുത്. ഇനിയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ചീമ എന്ന് പറയുന്ന വ്യക്തിയാണെന്നും അറിഞ്ഞിരിക്കുക. ശരിയല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് പാർട്ടി ഫോംഡ് ദ ഗവൺമെന്റ് ഇൻ ബ്രിട്ടൻ ഇൻ ദി ഇയർ 1945? 1945 ഏത് പാർട്ടിക്കാണ് ബ്രിട്ടനിൽ അധികാരം കിട്ടിയത് എന്നുള്ളതാണ് ചോദ്യം. ഏത് പാർട്ടിയാണ് ബ്രിട്ടനിൽ ഈ പറയുന്ന പോലെ ഗവൺമെന്റ് രൂപീകരിച്ചത്? അതിനുള്ള ഒറ്റ ആൻസറേ ഉള്ളൂ. ലേബർ പാർട്ടിക്കാണ് എന്ത് ചെയ്യുന്നത്, 45 ഭൂരിപക്ഷം കിട്ടുന്നു. അവർ ഭൂരിപക്ഷം കിട്ടുമ്പോൾ തന്നെ അവർ പറയുന്ന അവരുടെ കാര്യങ്ങളൊന്നാണ് ഇന്ത്യക്ക് എന്ത് തരുന്നുള്ളത്, സ്വാതന്ത്ര്യം തരുന്നുള്ളത്. അങ്ങനെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, 1947 സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു ആരെന്ന് പറയുന്നത്, ക്ലെമന്റ് ആറ്റ്ലി എന്ന് പറയുന്നത് ചോദിക്കാറുള്ളതാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹം ഏത് പാർട്ടിയുടെ വക്താവായിരുന്നു? ലേബർ പാർട്ടിയുടെ വക്താവായിരുന്നു. അടുത്തയിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. വിച്ച് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഹെൽപ്ഡ് രാജാറാം മോഹൻ റോയ് ലീഗലി അബോളിഷ് ദ സതി പ്രാക്ടീസ്? ഏത് ഗവർണർ ജനറലിന്റെ സഹായത്തോടു കൂടിയാണ് രാജാറാം മോഹൻ റോയ് 1829 അല്ലേ, വർഷവും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 1829 സതി നിർത്തലാക്കിയത്? ഈ ഒരു ഗവർണർ ജനറൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. എന്തെങ്കിലും ഈ ഒരു ഗവർണർ ജനറലാണ് ആദ്യമായിട്ട് ഇന്ത്യക്കാരെന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജാവിന്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ സബ്ജക്ട്സ് ആണ്, ഇവരെയും നന്നായി നോക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നത്, ആ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നതും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നതും ചെയ്യുന്നതും. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ലോർഡ് വില്യം ബെന്റിക് എന്നാണ്. ഇപ്പൊ ഞാൻ ഈ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെയുള്ള ആളുകളുടെ സബ്ജക്റ്റിന്റെ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എന്നൊക്കെ നോക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ മൂപ്പരെ നമ്മൾ വിളിക്കാറുള്ള ഒരു പേരാണ് ഉദാരമനസ്കനായ ഗവർണർ ജനറൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബെനവലന്റ് ഗവർണർ ജനറൽ എന്ന് നമ്മൾ വിളിക്കാറുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന വില്യം ബെന്റിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചാർട്ടർ ആക്ട് പ്രകാരം
ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലാണ്, ഇന്ത്യയുടെ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ കൂടിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന ലോർഡ് വില്യം ബെന്റിക് എന്ന് പറയുന്നത്. അങ്ങനെ 1829 സതി നിർത്തലാക്കാൻ രാജാ റാം മോഹൻ റോയ്ക്കൊപ്പം മുൻകൈ എടുക്കുന്നതും ആര് തന്നെയാണ്, ഈ പറയുന്ന ലോർഡ് വില്യം ബെന്റിക് ആണ്. അപ്പോൾ രാജാ റാം മോഹൻ റോയ്ക്കൊപ്പം 1829 സതി നിർത്തലാക്കി ലോർഡ് വില്യം ബെന്റിക്, വിളിപ്പേര് ബെനവലന്റ് ഗവർണർ ജനറൽ, ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്. ഈ പറഞ്ഞതിൽ ഒരു കൺഫ്യൂഷൻ ചിലർക്കെങ്കിലും വന്നേക്കാം, പക്ഷേ ഞാൻ കുറേ വട്ടത് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വീണ്ടും അങ്ങോട്ട് പോണില്ല. ആ ലിസ്റ്റ് മൊത്തം പറയുന്നത് ചിലപ്പോൾ ഉള്ളതും കൂടെ കൺഫ്യൂഷൻ ആവും. തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക, പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, 100% ശരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ലോർഡ് വില്യം ബെന്റിക്. ആ ഒരു വാക്കിലൊക്കെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ആൻസർ എന്ത് ചെയ്യും, മാറും. പക്ഷേ ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒറ്റ ഉത്തരേ ഉള്ളൂ, ആൻസർ എന്താണ്, ലോർഡ് വില്യം ബെന്റിക്. അടുത്ത ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് ഡിവൈസ്ഡ് ദ സിസ്റ്റം ഓഫ് സബ്സിഡിയറി അലയൻസ്. സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്ന സിസ്റ്റം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്ന സിസ്റ്റം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷുകാരുടെ ഒരു ആർമി എന്ത് ചെയ്യും, നമ്മുടെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ക്യാമ്പ് ചെയ്യും, അവരെ നമ്മൾ തീറ്റിപ്പൊറ്റണം, അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കണം, നമുക്കൊരാവശ്യം വന്നാൽ അവരെന്ത് ചെയ്യും, അവർ പടയായിട്ട് ഇറങ്ങും എന്നുള്ളൊരു നിയമമാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് വലിയൊരു ആർമിയെ ഇന്ത്യക്കാരുടെ ചിലവിൽ, മണ്ടന്മാരായ നമ്മുടെ ചിലവിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു ഏതെന്ന് പറയുന്നത്, ഈ സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്നത്. ഈ പടയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ പ്രശ്നങ്ങൾ അതിലുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു പടം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ബ്രിട്ടീഷുകാരുടെ ആർമി മാത്രമേ അവിടെ പാടുള്ളൂ. അത് ഇന്ത്യക്കാരുണ്ട് കേട്ടോ, ഇന്ത്യക്കാരും എല്ലാ ഭാഷയും സംസാരിക്കുന്നവരും പല രാജ്യത്തു നിന്ന് ആളുകളും അല്ലെ, കൂലിപ്പടയാളികളൊക്കെ അതിൽ ഭാഗമാണ്. അപ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കണം, അവരെ തീറ്റിപ്പോറ്റണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രാജാവിൻ്റെ തലയിൽ. പക്ഷെ അവരുടെ കൂറും ഒരാവശ്യം വന്ന് അവർ വിളിച്ചാൽ എങ്ങോട്ട് പോകണം, രാജ്ഞി പറയുന്നത് കേട്ട് ചെയ്യുകയും വേണം. അപ്പോൾ ആ പരിപാടി മുന്നോട്ട് വെച്ചത് ബംഗാൾ ടൈഗർ എന്നറിയപ്പെടുന്ന ലോർഡ് വെല്ലസ്ലിയാണ് അല്ലേ. വെള്ളക്കടുവ എന്നാണ് ഞാൻ ഓർക്കാൻ പറയാറുള്ളത്. ലോർഡ് വെല്ലസ്ലിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്ന സിസ്റ്റം എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അടുത്തിലോട്ട് പോട്ടെ. അടുത്തത്, ദ ദറോഗ സിസ്റ്റം ഇൻ 1792 വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹും എമംഗ് ദ ഫോളോയിങ് ഗവർണർ ജനറൽസ് ഇൻ ഇന്ത്യ. അത് ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. 1792 ദറോഗ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ എക്സൈസിനാണെങ്കിൽ റേഞ്ച് എന്ന് പറയും, പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ നമ്മൾ ഇന്ന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഓരോ പോലീസുകാർക്കും അതിൻ്റെ ഒരു റേഞ്ച് കൊടുക്കുന്ന, അതിൻ്റെ ഒരു ബോർഡർ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇതെന്ന് പറയുന്നത്, ദറോഗ സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാക്ട്ലി അങ്ങനെയല്ല, എനിക്ക് മനസ്സിലാവാനായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് 1792 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കൊണ്ടുവന്ന വ്യക്തിയുടെ പേരാണ് ലോർഡ് കോൺവാലിസ്. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, അല്ലെങ്കിൽ ഓർക്കാനായിട്ട് ഞാൻ പറയാറുണ്ട്, ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ സിവിൽ സർവീസ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ സിവിൽ സർവീസ് കോൺവാലിസ്, എങ്ങനെ സിവിൽ സർവീസ് കോൺവാലിസ്, ഒരു റൈമിങ് എവിടെയോ ഇല്ലേ, സിയിൽ തുടങ്ങുന്നു സിൽ അവസാനിക്കുന്നു അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ സിവിൽ സർവീസിന്റെ പിതാവ് ആരാണ്, അല്ലെങ്കിൽ ഹു ഇൻട്രൊഡ്യൂസ്ഡ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഫാദർ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ, പാരന്റ് ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മുമ്പൊരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 1791 നമ്മുടെ സാൻസ്ക്രിറ്റ് കോളേജ് ജൊനാഥൻ ഡങ്കൻ തുടങ്ങി എന്നുള്ളത്, അതും ചോദിക്കാറുണ്ട്. ആരുടെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ജൊനാഥൻ ഡങ്കൻ സാൻസ്ക്രിറ്റ് കോളേജ് തുടങ്ങിയതെന്ന് ചോദിക്കാറുണ്ട്. അത് തുടങ്ങുന്ന 1791 ഇദ്ദേഹത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 1786 തൊട്ട് 93 വരെയാണ്. രാജകുടുംബത്തിലെ അംഗമായിരുന്നു ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്നത്. മാത്രമല്ല അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലൊക്കെ പങ്കെടുത്ത പട്ടാളക്കാരനൊക്കെ ആയിരുന്നു ആര്, ഈ പറയുന്ന കോൺവാലിസ്. പക്ഷേ എപ്പോഴും ഇദ്ദേഹത്തെ പറ്റി ചോദിക്കുക ഈ പറഞ്ഞ പരിപാടിയാണ്, ഫാദർ ഓഫ് സിവിൽ സർവീസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ പാരന്റ് ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇത് ഒറ്റ കാര്യം ഓർത്തുവെച്ചാൽ മതി, സിവിൽ സർവീസ് കോൺവാലിസ് എന്ന് ഓർത്താൽ നമുക്ക് എന്ത് ചെയ്യും, അത് രണ്ടും നമുക്ക് സിമ്പിളായിട്ട് ഓർക്കാനായിട്ട് പറ്റും. ഒരു പോയിന്റ് എക്സ്ട്രാ ഓർത്ത് വെച്ചോ, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല കേട്ടോ ഈ ദറോഗ സിസ്റ്റം എന്ന് പറയുന്ന ചോദ്യം, എന്നാലും ചോദിച്ചിട്ടുണ്ട്. ദറോഗ സിസ്റ്റം കൊണ്ടുവന്നതും ആര് തന്നെയാണ്, ഈ പറയുന്ന കോൺവാലിസ് ആണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ. അടുത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം, ഹു ആസ്ക്ഡ് ജെയിംസ് റെനൽ ടു പ്രിപ്പയർ ദ മാപ്പ് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയുടെ മാപ്പ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന ജെയിംസ് റെനൽ എന്ന് പറയുന്നത്. ഈ ജെയിംസ് റെനലിനെ ഈ പണി ഏൽപ്പിച്ചത് ആരാന്ന് ചോദിച്ചേക്കുന്നത്, ജെയിംസ് റെനലിനെ ഈ പണി ഏൽപ്പിക്കുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ജെയിംസ് റെനലാണ് ഇന്ത്യയുടെ ആദ്യത്തെ മാപ്പ് ഉണ്ടാക്കുന്നത്. ആ മാപ്പ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കൊട്ടേഷൻ കൊടുത്ത ആളുടെ പേര് റോബർട്ട് ക്ലൈവ് എന്നാണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, ഹു വാസ് ദ വൈസ്രോയി ഓഫ് ഇന്ത്യ വെൻ മഹാത്മാഗാന്ധി സ്റ്റാർട്ടഡ് ദണ്ഡി മാർച്ച് ഓൺ 12th March 1930. ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു മഹാത്മാഗാന്ധി മാർച്ച് 12, 1930 ദണ്ഡി യാത്ര തുടങ്ങിയപ്പോൾ എന്ന് ചോദിച്ചേക്കുന്നത്. ആ സെന്റൻസ് തന്നെ ഒരു ചോദ്യമാണ്, എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടെന്നറിയോ. ഗാന്ധിജി ദണ്ഡി യാത്ര തുടങ്ങിയ വർഷവും ഡേറ്റും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചോദ്യങ്ങളിലെ പോയിന്റുകൾ എപ്പോഴും എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം, അത് മറക്കരുത്. ദണ്ഡി മാർച്ച് തുടങ്ങിയ ദിവസം മാർച്ച് 12, 1930.
ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ സമയത്തെ വൈസ്രോയി ഏതാന്നുള്ളതാണ്. കുറച്ച് മുമ്പത്തെ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഗാന്ധി ഇർവിൻ പാക്ട് ഉണ്ടായിട്ടുണ്ട്. ഗാന്ധി ഇർവിൻ പാക്ട് ഏത് വർഷം ഉണ്ടായെന്നാണ് പറഞ്ഞത്? 1931 ഉണ്ടായതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻ കേസ് നമുക്ക് 30 അറിയില്ലെങ്കിൽ പോലും നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിലെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഇർവിൻ ആയിരുന്നു എന്നറിയാം. ഇതൊക്കെ ഒരു കാൽക്കുലേറ്റഡ് ഗസ് ആണ്. ഇപ്പം നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മാർക്ക് ചെയ്യാം. ബട്ട് ഇൻ കേസ് അറിയില്ലെങ്കിൽ കൂടെ 30 അങ്ങേരായിരുന്നെങ്കിൽ ഒരു പക്ഷേ 31 അങ്ങേരായിരുന്നെങ്കിൽ ഒരു പക്ഷേ 30 അങ്ങേരായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒരു കാൽക്കുലേറ്റഡ് റിസ്കിൽ മാർക്ക് ചെയ്യാം. അങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും 2 മാർക്ക് അല്ലേ? SSCക്ക് 2 മാർക്കാണല്ലോ. അപ്പോൾ ലോർഡ് ഇർവിൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഒപ്പം നോട്ട് ചെയ്യുക, ദണ്ഡി മാർച്ച് തുടങ്ങുന്നത് മാർച്ച് 12, 1930 സെറ്റ് അല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. മാച്ച് ദ ഫോളോയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഫൗണ്ടേഴ്സ്. കണ്ടോ എത്ര മാച്ച് ദ ഫോളോയിങ് ആ വരുന്നത് എന്നുള്ളത് നോക്കിയേ. താഴെ തന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സുമായിട്ട് മാച്ച് ചെയ്യാന്നാണ് ഇതിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഓൾറെഡി നമ്മൾ സംസാരിച്ചാണ്. ഇല്ലെങ്കിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആരാണ്? സർ വില്യം ജോൺസ് ആണ്. അതറിഞ്ഞാലും മതി. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ബി സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ്. സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ് ആര് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പറഞ്ഞതാണ്? ജോനാഥൻ ഡങ്കൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞതാണ്. അതായത് ബിക്ക് എന്ത് വരണം? 3 വരണം. ബിക്ക് 3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കിയേ. ബിക്ക് 3 വരുന്ന ഓപ്ഷൻ ദേ ഇതല്ല, ഇതല്ല, ഇതല്ല. ഇനി ബാക്കി നമുക്ക് അറിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മളിപ്പോൾ ഈ ഷിഫ്റ്റിലെ ചോദ്യങ്ങൾ മാത്രം നോക്കി ഒരാളെ സംബന്ധിച്ചിടത്തോളം അറിയാം സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ് സ്റ്റാർട്ട് ചെയ്ത് ജോനാഥൻ ഡങ്കൻ ആണ്. അത് മാത്രം മതി. ഞാൻ പറയാറില്ലേ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴും മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുമ്പോഴും നിങ്ങളിൽ പലരും അയ്യോ എന്നുള്ളൊരു വികാരത്തോടെയാണ് നോക്കിക്കാണുക. അതിലൊരു പരിധിവരെ PSCക്കും പങ്കുണ്ട്. പക്ഷേ PSCയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല SSCയുടെയും RRBയുടെയും സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ഈ തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തുള്ളൂ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. കുറച്ചും കൂടെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. സോ ബി 3 വരുന്ന ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. അതേതാണ്? അത് നമ്മുടെ ഓപ്ഷൻ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയും കൂടെ നോക്കുക. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സർ വില്യം ജോൺസ് ആണ്. സാൻസ്ക്രിറ്റ് കോളേജ് ഓഫ് ബനാറസ് ജോനാഥൻ ഡങ്കൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർട്ട് വില്യം കോളേജ് ആരാണ്? ലോർഡ് വെല്ലസ്ലി ആണ്. കൽക്കട്ട മദ്രസ വാരൻ ഹേസ്റ്റിങ്സ് ആണ്. മക്കളെ ഇതിങ്ങനെ ഈ 4 പഠിച്ചു വെച്ചോ. ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഇനിയും ഈ 4 വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഹു എസ്റ്റാബ്ലിഷ്ഡ് ഫോർട്ട് വില്യം കോളേജ്, ഹു എസ്റ്റാബ്ലിഷ്ഡ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, ഹു എസ്റ്റാബ്ലിഷ്ഡ് കൽക്കട്ട മദ്രസ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? ചോദിക്കുക തന്നെ ചെയ്യും. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ദ ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ വാസ് റിട്ടൺ ബൈ. രാജാറാം മോഹൻ റോയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട എല്ലാ വർഷവും ഏതെങ്കിലുമൊക്കെ ഷിഫ്റ്റിൽ ഉറപ്പായിട്ടും 2 or 3 ചോദ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഏതെന്ന് പറയുന്നത്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു പാഴ്സി കച്ചവടക്കാരനായിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് അന്ന് വരെ നമ്മളെ കണക്കുകളൊന്നും നിരത്തി ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ എന്താ പറയുക, നിങ്ങൾ നമ്മുടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകണം, നിങ്ങൾ ഞങ്ങളുടെ നിന്ന് ചോർത്തി കൊണ്ടുപോവുകയാണ്, ഞങ്ങളുടെ സാധനങ്ങളാണ് നിങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് എന്ന് കണക്കുകൾ നിരത്തി പറയാൻ ആധികാരികമായി പറയുന്ന ഒരാൾ എന്തുണ്ടായിരുന്നില്ല? നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ ആ കുറവ് നികത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പുസ്തകം എഴുതിയ വ്യക്തി എന്ന് പറയുന്നത്. ആ എഴുതിയ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ അല്ലേ, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ്. ഈ ദാദാഭായ് നവറോജി തൻ്റെ പുസ്തകമായ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു തിയറി ഉണ്ട്, ഒരു സിദ്ധാന്തമുണ്ട്. അതാണ് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്നത്. ഹൂ പ്രൊപ്പോസ്ഡ് ഡ്രെയിൻ തിയറി? ഡ്രെയിൻ തിയറി വാസ് പ്രൊപ്പോസ്ഡ് ഇൻ വിച്ച് ബുക്ക് ബൈ ദാദാഭായ് നവറോജി എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? പലതാണ്. ഇദ്ദേഹത്തെ നമുക്കൊന്ന് നോക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി ഇൻ 1865, 1865 ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ പോയിന്റാണ്. എന്നിരിക്കലും ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഇൻ 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം പ്രപ്പോസ് ചെയ്തതും ആര് തന്നെയാണ്? നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 5 സ്റ്റാർ ഇട്ട് വെച്ചോ. ആരാണ് ആ ഭാഗ്യവാൻ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഒരാളുടെ ഷിഫ്റ്റിൽ ഈ ചോദ്യം വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് നമ്മളെന്ന് അറിയിക്കണം കേട്ടോ. കമൻറ്റിലൂടെയോ ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ഈ ചോദ്യം വന്നു എന്നറിയിക്കണം. കാരണം അത് എപ്പോഴും വരുന്ന ചോദ്യമാണ്, ഇനിയും ചോദിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഓർത്താലും മതി, എൻ്റെ മനസ്സിൽ നിന്ന് ഓർത്താലും മതി. ആ ഹാളിൽ ഇത് പഠിപ്പിച്ചതാണല്ലോ, ഇങ്ങനെ പറഞ്ഞതാണല്ലോ എന്ന് എന്ത് ചെയ്താൽ മതി? ഒന്ന് ഓർത്താൽ മതി. 100% ഗ്യാരണ്ടി ചോദിച്ചിരിക്കും. അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം. ഡ്രെയിൻ ഓഫ് വെൽത്ത്, എ ക്രിട്ടിക് ഓഫ് ദ കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ. കൊളോണിയൽ ചൂഷണത്തിന്റെ ഒരു ക്രിട്ടിക് അല്ലേ, ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വാസ് ഗിവൺ ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണലിസ്റ്റ് ലീഡേഴ്സ്. മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ കൊല്ലങ്ങളിലേക്ക് പോകണ്ട, വേറെ പരീക്ഷകളിലേക്ക് പോകണ്ട അല്ലേ, അതേ കൊല്ലം വേറൊരു ഷിഫ്റ്റിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ ഡ്രെയിൻ ഓഫ് വെൽത്ത് അല്ലെങ്കിൽ ഡ്രെയിൻ ഓഫ് തിയറി എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ഡ്രെയിൻ ഓഫ് വെൽത്ത് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ദാദാഭായ് നവറോജി ആണെന്ന് ഓർത്തു വെക്കുക. അടുത്തത്,
ഹു എമംഗ് ദ ഫോളോയിങ് ഹാസ് ഓതേർഡ് ദ പ്ലേ നീൽ ദർപ്പൺ. നീൽ ദർപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീലം കർഷകരുടെ നേർക്ക് പിടിച്ച കണ്ണാടി. അതായത് നീലം കർഷകർ വളരെ കഷ്ടപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ അവരുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകളും അവരുടെ ബുദ്ധിമുട്ടുകളും എല്ലാം ഒരു നാടകമാക്കി മാറ്റിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു നാടകമാക്കി എഴുതിയ ആളാണ് ആരെന്ന് പറയുന്നത്, ദീനബന്ധു മിത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകത്തിന്റെ ഓതർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് ദീനബന്ധു മിത്ര. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിലും നമ്മുടെ ആൻസർ ചോദ്യം അറിഞ്ഞിരിക്കേണ്ട പെർസ്പെക്റ്റീവിലും നീലം കർഷകർ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. നീലം കർഷകരുടെ കഷ്ടപ്പാടിനെ പറ്റി ദീനബന്ധു മിത്ര എഴുതിയ പുസ്തകം ഏതാണ്? ഇൻഡിഗോ കർഷകരുടെ. നീലം എന്ന് വെച്ചാൽ ഇൻഡിഗോ ആണ് കേട്ടോ, അറിയാലോ അല്ലേ? ഇൻഡിഗോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ നീലം അല്ലെങ്കിൽ നീൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡിഗോ കർഷകരുടെ കഷ്ടപ്പാടുകളെ പറ്റി അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങളെ പറ്റി ദീനബന്ധു മിത്ര എഴുതിയ നാടകം ഏതാണ് എന്ന് പറഞ്ഞും എന്ത് ചെയ്യാറുണ്ട്, തിരിച്ചിട്ട് നമ്മുടെ പട്ടേ ബാലരമേ പറയുന്ന പോലെ തലമാറിപ്പോട്ടെ എന്ന് പറയില്ലേ, ആ പരിപാടി അല്ലേ, അതും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് ഈസ് ഇൻകറക്ട്ലി പെയർഡ് വിത്ത് ഇറ്റ്സ് റെസ്പെക്റ്റീവ് ഓതർ? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഓതറിനുമായിട്ടുള്ള പുസ്തകമാണ് ഇൻകറക്ട്ലി പെയർ ചെയ്തിരിക്കുന്നത്? ദാറ്റ് മീൻസ് 3 ശരിയാണ്, 1 തെറ്റാണ്. ഹിന്ദ് സ്വരാജ് മഹാത്മാഗാന്ധിയാണ്, സ്ഥിരം ചോദ്യമാണ്. ഹിന്ദ് സ്വരാജിന്റെ ഓതർ. വൈ ഐ ആം ആൻ എത്തിസ്റ്റ്, ഭഗത് സിംഗിന്റെ ആത്മകഥാംശമുള്ള പുസ്തകമാണ്, വളരെ ശരിയാണ്, അതും ചോദിക്കാറുള്ളതാണ്. ഗീതാഞ്ജലി നമുക്കറിയാം, രവീന്ദ്രനാഥ ടാഗോറിന് സാഹിത്യത്തിന്റെ നോബൽ സമ്മാനം ഇന്ത്യയിലേക്ക് എത്തിച്ച അല്ലെ ആദ്യമായി നേടുന്ന ഇന്ത്യക്കാരൻ, ലിറ്ററേച്ചറിന്റെ സാഹിത്യ പുരസ്കാരം നേടുന്ന, സാഹിത്യത്തിനുള്ള നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ എന്നുള്ള ക്രെഡിറ്റ് ഒക്കെ നമുക്ക് കൊണ്ടുവന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ തന്നെയാണ് ഇതെന്ന് പറയുന്നത്, ഗീതാഞ്ജലി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഇവിടെ നോക്കിയേ, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ, അത് ആരുടെ പുസ്തകമല്ല, സുഭാഷ് ചന്ദ്രബോസിന്റെ പുസ്തകമല്ല. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത്, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതേസമയം സുഭാഷ് ചന്ദ്രബോസിന്റെ 2 പ്രശസ്തമായ പുസ്തകങ്ങളുണ്ട്, അതും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ആൻ ഇന്ത്യൻ പിൽഗ്രിം എപ്പോഴും ചോദിക്കാറുള്ളതാണ്, ആൻ ഇന്ത്യൻ പിൽഗ്രിം. അതുപോലെ ദ ഇന്ത്യൻ സ്ട്രഗിൾ, വേറെയും കുറേ പുസ്തകങ്ങളുണ്ട്, നെഹ്റുവിനാണെങ്കിലും സുഭാഷ് ചന്ദ്രബോസിനാണെങ്കിലും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാനതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ചോദിക്കാറുള്ളത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഡിസ്കവറി ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിൻ്റെയും ആൻ ഇന്ത്യൻ പിൽഗ്രിം അല്ലെങ്കിൽ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ആണെന്ന് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്തിലോട്ട് പോട്ടെ. അടുത്ത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ചോദിക്കാറുള്ളതാണ്. ഹു എമംഗ് ദ ഫോളോയിങ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ ഇസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ഇന്ത്യൻ സ്ട്രഗിൾ? ഇന്ത്യൻ സ്ട്രഗിളിന്റെ ഓതർ ആരാണെന്ന് ചോദിച്ചേക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, സുഭാഷ് ചന്ദ്രബോസ്. ഒപ്പം ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക, എന്താണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്നുള്ളതും എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്തത് ഇതുവരെ കാണാത്തൊരു ചോദ്യമാണ്. ഹു ഇസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ഫ്രം പ്ലാസി ടു പാർട്ടീഷൻ ആൻഡ് ആഫ്റ്റർ എ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ? പ്ലാസിയിൽ നിന്ന് പാർട്ടീഷനിലേക്ക്, അതിന് ശേഷമുള്ള കാര്യങ്ങളും ആധുനിക ഇന്ത്യയുടെ ഒരു ചരിത്രം എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, ശേഖർ ബാന്ധോപാധ്യായ എന്ന് പറയുന്ന ഓതറുടെ പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന ഫ്രം പ്ലാസി ടു പാർട്ടീഷൻ ആൻഡ് ആഫ്റ്റർ എ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എന്ത് ചെയ്യുക എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത്, വിച്ച് ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡർ വാസ് കോൾഡ് ലോകനായക്? ലോകമാന്യ എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകനാണെന്ന് എന്ത് ചെയ്യുകയുണ്ടായി, വഴിയെ നമ്മൾ പറയുകയുണ്ടായി. ഇവിടെ ലോകമാന്യല്ല, ലോകനായക് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ലോകനായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ്. ജയപ്രകാശ് നാരായണന്റെ വിളിപ്പേരാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ ലോക് നായക് എന്ന് പറയുന്നത്. ബാലഗംഗാധര തിലക് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ലോകമാന്യാണ് ആരെന്ന് പറയുന്നത്, ബാലഗംഗാധര തിലക് എന്ന് പറയുന്നത്. ഒരു ലോകം കൂടി ഉണ്ട്, ലോകഹിതവാദി എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കാറുണ്ട്. ഈ ലോകമാന്യന്റെയോ ലോകനായകന്റെയോ അത്രയും ചോദിക്കാറില്ല, എന്നാലും ചോദിക്കാറുള്ളതാണ്. ലോകഹിതവാദി എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആരെന്ന് പറയുന്നത്, ഗോപാൽ ഹരി ദേശ്മുഖ് എന്ന് പറയുന്നത്. ഞാനൊക്കെ NTPC പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പേരിരുന്നാ പഠിച്ചിരുന്നത്. അപ്പോൾ അതിലെൻ്റെ കൂട്ടുകാരൻ പറഞ്ഞൊരു കോഡ് എനിക്ക് ഒരിക്കലും ഇത് മറക്കില്ല. ആളുടെ മൂക്കിനിട്ടിട്ട് ഒരു ഹിറ്റ് കിട്ടി, ഒരു ഇടി കിട്ടി എന്ന് ഓർത്താൽ മതി എന്നാ പറയുക. ലോകഹിതവാദി, മൂക്കിനിട്ടിട്ട് എന്ത് ചെയ്തു, ഒരു ഹിറ്റ് കിട്ടി, ഒരു ഇടി കിട്ടി. അപ്പോൾ ലോകഹിതവാദി ആരാണ്, ഗോപാൽ ഹരി ദേശ്മുഖ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ലോകമാന്യ ആരാണ്, ബാലഗംഗാധര തിലകാണ്. ലോകനായക ആരാണ്, ജയപ്രകാശ് നാരായണാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. മൂന്ന് ലോകം ഞാൻ പഠിപ്പിച്ചു, 3 എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഓർക്കുക, ചോദ്യം വരും. അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് ദ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ബൈ ഭീംറാവു അംബേദ്കർ? അംബേദ്കർ ഏത് വർഷമാണ് ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്? 1927 എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ അംബേദ്കർ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത്, സമാദ സൈനിക് ദാൾ എന്ന് പറയുന്ന സംഘടന 1927 ആര് തുടങ്ങിയതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ അൺടച്ചബിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു. അൺടച്ചബിൾസ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ലോകത്ത് ഇല്ലാതാക്കാൻ
അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ച BR അംബേദ്കർ തുടങ്ങുന്ന സംഘടന തന്നെയാണ് ഏതെന്ന് പറയുന്നത് സമാദ സൈനിക് ദാൾ എന്നുകൂടി എന്ത് ചെയ്യുക, ഓർത്തുവെക്കുക. അംബേദ്കർ തുടങ്ങിയതാണ് ലിബറേഷൻ ഓഫ് അൺടച്ചബിൾസ് എന്നുള്ളതായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സമത്വം എന്നൊക്കെയുള്ള അർത്ഥത്തിലായിരിക്കും കേട്ടോ. സമത്വ സൈനിക ദാൾ എന്നൊക്കെ ആയിരിക്കും. ലിബറേഷൻ ഓഫ് അൺടച്ചബിൾസ്, തൊട്ടുകൂടായ്മ ഉള്ളവർ അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവർ എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ എന്ത് ചെയ്യരുത്, ഇന്ത്യയിൽ ഉണ്ടാവരുത് എന്നുള്ള പ്ലാനിലാണ് ഇദ്ദേഹം ചെയ്യുന്നത്. വർഷം നോട്ട് ചെയ്ത് വെച്ചോ, അടുത്ത വർഷത്തെ ചോദ്യം ഒരു പക്ഷേ അതായേക്കാം. അടുത്തത് ഇൻ 1936 ദ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി വാസ് ഫൗണ്ടഡ് ബൈ. അംബേദ്കർ ഹാട്രിക് അടിക്കാൻ പോകണം മക്കളെ, അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. എഗെയിൻ ഇതെല്ലാം പുതിയ ചോദ്യങ്ങളാട്ടോ. ഇപ്പോൾ ഈ 3 ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, സമത്വ സൈനിക ദാൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ സമത്വ സൈനിക ദാലായാലും ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി ആയാലും കൃത്യമായിട്ട് ഓർത്തു വെക്കുക ആരാണ്, അംബേദ്കറിന്റെ തന്നെ സംഘടനകളാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. BR അംബേദ്കറുടെ തന്നെ സംഘടനയാണ് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 1927, സമത സൈനിക് ദാളും അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന BR അംബേദ്കർ, സമത സൈനിക് ദാൾ 1927, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി 1936 ഓർത്തു വയ്ക്കുക. പുതിയ ചോദ്യങ്ങളാണ്, ഒരുപക്ഷെ ഇനിയും ആവർത്തിച്ചേക്കാം. ഇതിന്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താണ്, എങ്ങനെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അടുത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഈസ് നോൺ ആസ് ദേശബന്ധു. അല്ലേ, നമ്മൾ ലോക 3 പഠിച്ചു. അപ്പോൾ അടുത്തതാണ് ദേശബന്ധു, അതായത് ഫ്രണ്ട് ഓഫ് ദ കൺട്രി എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ് ആരെന്ന് പറയുന്നത് ഈ ദേശബന്ധു എന്ന് പറയുന്നത്. ദേശബന്ധു എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നത് CR ദാസ് എന്ന ചിത്തരഞ്ജൻ ദാസ് ആണ്. ഈ ചിത്തരഞ്ജൻ ദാസ് ആരുടെ പൊളിറ്റിക്കൽ ഗുരുവാണ്, തൊട്ട് താഴെ കിടക്കുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ പൊളിറ്റിക്കൽ ഗുരുവാണ്. ആരാണ്, ദേശബന്ധു എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നത് CR ദാസ് ആണ്, ചിത്തരഞ്ജൻ ദാസ് ആണ്. നമ്മുടെ സ്വരാജ് പാർട്ടിയൊക്കെ മോത്തിലാൽ നെഹ്റുവിന്റെ കൂടെ രൂപീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ, അതേ CR ദാസ് തന്നെ. അദ്ദേഹം ആരുടെ പൊളിറ്റിക്കൽ ഗുരുവാണ്, സുഭാഷ് ചന്ദ്രബോസിന്റെ പൊളിറ്റിക്കൽ ഗുരുവാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന CR ദാസ് എന്ന് പറയുന്നത്. അതുകൂടെ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. എന്തായാലും ഒരു ബന്ധു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മറ്റൊരു ബന്ധുവിനെ കൂടെ പഠിപ്പിച്ചു തരാം. ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് ആണ്. ഇതുപോലുള്ള മറ്റൊരു ബന്ധുവാണ് ദീനബന്ധു, ചോദിക്കാറുള്ളതാണ്. ദീനബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്, ദീനബന്ധു എന്നറിയപ്പെടുന്ന ആൾ CF ആൻഡ്രൂസ് ആണ്. ദീനബന്ധു എന്ന് പറയുന്ന വാക്കിനർത്ഥം ഫ്രണ്ട് ഓഫ് ദ പുവർ എന്നാണ്, പാവപ്പെട്ടവരുടെ കൂട്ടുകാരൻ. ഇത് ദേശബന്ധു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫ് ദ കൺട്രി, രാജ്യത്തിന്റെ കൂട്ടുകാരൻ എന്നാണ്. ദീനബന്ധു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫ് ദ പുവർ. അങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് CF ആൻഡ്രൂസ് എന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പൊ മാറിപ്പോരുത്. ലോകമാന്യ ബാലഗംഗാധര തിലകൻ, ലോകനായക് ജയപ്രകാശ് നാരായണൻ, ലോകഹിതവാദി ഗോപാൽ ദേശ്മുഖ്, ദേശബന്ധു CR ദാസ്, ദീനബന്ധു CF ആൻഡ്രൂസ് എന്നും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചു അടുത്ത ചോദ്യം, ഹു എസ്റ്റാബ്ലിഷ്ഡ് ശാന്തിനികേതൻ ആൻഡ് വെൻ. ശാന്തിനികേതൻ ആര് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ആരാണ് അത്, മഹാത്മാഗാന്ധിയോ ദേവേന്ദ്രനാഥ ടാഗോറോ അല്ല, രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി ഏത് വർഷം എന്നുള്ളതാണ് 1901 എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം ശാന്തിനികേതൻ സ്ഥാപിക്കുന്നത്. ഇപ്പൊ കൊൽക്കത്തയുടെ ഒരു ഐക്കോണിക് മുഖമുദ്ര എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അല്ലേ, ലോകത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഭിമാനങ്ങളിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയായി മാറിയിട്ടുള്ള ശാന്തിനികേതൻ രവീന്ദ്രനാഥ ടാഗോർ 1901 രൂപീകരിക്കുന്നതാണ്. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം, ടയർ 2ന്റെ ചോദ്യമാണ്. ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്റർ ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ഹോം മിനിസ്റ്ററും ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിനും ആദ്യത്തെ മന്ത്രിസഭയിൽ വകുപ്പുണ്ടായിരുന്നു. ആൻഡ് വകുപ്പ് വാസ് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. ബൽദേവ് സിംഗ്, ഞാൻ പറയാറുണ്ട്, ഇന്ത്യയുടെ ആദ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ മൂപ്പർക്ക് നല്ല ബലം ഉണ്ടാവണം, അല്ലെങ്കിൽ എന്താ പറയുക നടക്കൂല. അപ്പൊ ഇന്ത്യ ഏറ്റവും നല്ല ബലമുള്ള ബൽദേവ് സിംഗ് ആണ് എന്തായിട്ട് മാറിയത്, ആദ്യത്തെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ട് മാറിയത്. ആ ഫസ്റ്റ് ഇന്ത്യൻ ക്യാബിനറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കാത്തവരുണ്ടെങ്കിൽ അതിലെ എല്ലാ വകുപ്പുകളും എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. അടുത്ത ചോദ്യം, വെർ വാസ് ദ ഒഫീഷ്യൽ സബ്മിറ്റ് ഓഫ് നോൺ അലൈൻഡ് മൂവ്മെന്റ് ഹെൽഡ്. നോൺ അലൈൻഡ് മൂവ്മെന്റിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ സബ്മിറ്റ് എവിടെയാണ് നടന്നത്? അതെവിടെയാണ് നടക്കുന്നത്? യുഗോസ്ലാവിയയിലാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. നോൺ അലൈൻഡ് മൂവ്മെന്റ്, ഇത് ഇന്ത്യൻ ഹിസ്റ്ററി അല്ല, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. നമുക്ക് അങ്ങനെ ചോദ്യം വരാറില്ല, ആകെ ഒരു ചോദ്യം വന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ എല്ലാ സ്കൂളുകളിലും പഠിക്കുന്ന പല ക്ലാസ്സിലും പഠിക്കുന്ന ഒരു പോയിന്റാണ്. എന്തായാലും നോൺ അലൈൻ മൂവ്മെന്റിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ സബ്മിറ്റ് നെഹ്റുവും ഡെന്നിസ് ടിറ്റോയൊക്കെ പോയി പങ്കെടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ യുഗോസ്ലാവിയയിലാണ് നടക്കുന്നത്, യുഗോസ്ലാവിയയിലാണ് നടന്നതും കൂടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ മക്കളെ, ഇത്രയും ചോദ്യങ്ങളാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും SSC CGL കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടുള്ളത്. ചോദിച്ച എല്ലാ ചോദ്യങ്ങളും പെറുക്കിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരെണ്ണം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇനി അറിയാതെ എങ്ങാനും വിട്ടുപോയതുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക, ട്യൂൺ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പുകൾ വഴിയും കമന്റുകൾ വഴിയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ അറിയിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.